എല്ലാവർക്കും നമസ്കാരം. ഓഡിയോ കറക്റ്റായി കേൾക്കുന്നുണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഓഡിയോ കറക്റ്റായി കേൾക്കുന്നുണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്യണം. ഓഡിയോ കറക്റ്റായി കേൾക്കുന്നുണ്ടോ? ഭാഷ അപ്പോൾ ഓഡിയോ കറക്റ്റായി കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് 4ാമത്തെ ദിവസം ശ്രീരുദ്രം, രുദ്രാഭിഷേകം എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള 4ാമത്തെ ദിവസത്തെ നമ്മുടെ ഒരു ചർച്ചയിലേക്ക് വരികയാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമകം 11 അനുഭാഗങ്ങളും മിനിഞ്ഞാന്ന് വൈകിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ ചമകത്തിൻ്റെ 11 അനുഭാഗങ്ങൾ, ചമകം അത്ര ഇല്ല, അപ്പോൾ അത് 11 അനുഭാഗങ്ങൾ നമ്മൾ ഇന്നിവിടെ തീർക്കുക എന്നുള്ള ഉദ്ദേശമാണ്. തുടങ്ങുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പന സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ. മമ്മിയൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിക്കണം. സ്വസ്തി ശ്വാദി ശ്രീ ഗുരുഭ്യോ നമ. ഭഗവാനെ, ഇന്ന് കുചേല ദിനാണ്. ഭഗവാന്റെ സതീർത്ഥനും പരമഭക്തനായിട്ടുള്ള സുദാമാവിന് ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായ ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണെന്ന്. എല്ലാവർക്കും കുചേലദിന ആശംസകളെന്നല്ല, അദ്ദേഹത്തിന് തുല്യം ഭക്തിയും അദ്ദേഹത്തിന് ലഭിച്ച പോലുള്ള അനുഗ്രഹങ്ങളും ഭഗവാന്റെ കയ്യിൽ, ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്ന് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണ ഗുരുവായൂരപ്പ ശരണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് പതിവ് പോലെ രുദ്രത്തിൻ്റെ ധ്യാനം 3 ശ്ലോകങ്ങൾ ചെല്ലാം. അത് ഞാൻ 1ാമത്തെ ദിവസം തന്നെ ചൊല്ലിയിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. ചൊല്ലി ആരംഭിക്കാം. ആപാതാളനഭസ്ഥലാന്തഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത് ജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത് പൂർണേന്ദുവാന്താമൃതൈഃ ഹസ്തോകാപ്ലുതവേഗമീശമനിശം രുദ്രാനുവാകാഞ്ജവൻ ധ്യായേദീപ്സിതസിദ്ധയേ ദ്രുതപദം വിപ്രോഭിഷിഞ്ജേത് ശിവം. പീഠം യസ്യ ധരിത്രീ ജലധരകലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവഹ്ന്യർക്കനേത്രം കുക്ഷിം സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശിവസനം ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹാഭസിതഹിമരുജാഭാസമാനാ ഭുജംഗൈ കണ്ഠേ കാലാകവർദ്ധാ കലിതശശികലാ ചണ്ഡഘോദണ്ഡഹസ്താ ത്രക്ഷാരുദ്രാക്ഷമാലാ പ്രകടിത വിഭവാ ശാംഭവാ മൂർത്തിഭേദാ രുദ്രാശ്രീ സൂക്ത പ്രകടിത വിഭവാ ന പ്രയച്ഛന്തു സൗഖ്യം. ഗുരുവായൂരപ്പ നാരായണ നമഃ ശിവായ. ഭഗവാനേ ശരണം. അങ്ങനെ രുദ്രത്തിൻ്റെ ആദ്യത്തെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീരുദ്രം എന്ന് പറയുന്നതിന് 2 ഭാഗങ്ങളാണ്. നമകം എന്നും ചമകം എന്നും ഉണ്ട്. നമകത്തിൽ നമ നമ എന്നിങ്ങനെ നാമശബ്ദം, നമസ്കാര ശബ്ദം ആവർത്തിച്ചിട്ട് വരും. ചമകത്തിൽ ച മേ എന്നുള്ള ശബ്ദമാണ് ആവർത്തിച്ചിട്ട് വരിക. ഇതും എനിക്ക് തരണേ, അതും എനിക്ക് തരണേ എന്ന് ചുരുക്കം. അപ്പൊ ചമകം ബേസിക്കലി, നമകത്തിൽ നമ്മൾ ഭഗവാന്റെ സർവവ്യാപിത്വവും സർവശക്തിത്വം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ ചമകത്തിൽ വരുമ്പോൾ ഇത് രസം എന്താ വെച്ചാൽ, ഒരു നമകം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാന്റെ ആ എന്താ പറയുക പരബ്രഹ്മസ്വരൂപത്തിനെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് സകലതും ഉപേക്ഷിച്ചിട്ടുള്ളൊരു ജീവിതത്തിനെയാണ് അവിടെ നമകം കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആഘോഷിക്കുക വെച്ചാൽ ഭഗവാന്റെ ആ മഹത്വത്തിനെയാണ് നമ്മളതിൽ ആഘോഷിക്കുന്നത്. പക്ഷെ ചമകത്തിൽ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള, സാധാരണക്കാരായ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് ഭഗവാനോടല്ലാണ്ട് വേറെ ആരോടാ പ്രാർത്ഥിക്കാൻ പറ്റുക? അതാണ് ചമകം. ചമകത്തിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് മനസ്സ് തുറന്നിട്ട് കുറേയേറെ കാര്യങ്ങൾ, എനിക്ക് ഇത് തരണം, ഇത് തരണം, ഇത് തരണം എന്നങ്ങോട്ട് ഓപ്പണായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ആ അച്ഛനായിട്ടുള്ള അദ്ദേഹത്തിനോടല്ലാണ്ട് നമ്മൾ ആരോടാ വേറെ ചോദിക്കുക? നമുക്ക് എല്ലാ അവകാശവും ഉണ്ട് ഭഗവാനോട്
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാം. മുൻവിധികളില്ലാതെ ഭഗവാനെ സമീപിക്കാം. ഇങ്ങനെ ആവണം ഭഗവാൻ, ഭഗവാൻ ഇങ്ങനെ നമ്മളോട് പെരുമാറാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് ചെയ്തു തരേണ്ടത് എന്നൊക്കെ നമ്മൾക്ക് ചിന്തകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ നമ്മൾ എന്തോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടാൻ എന്നുള്ള നമ്മുടെ ചിന്തയിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടാവുന്നത്. നമ്മൾ പ്രിവിലേജ്ഡ് ആണ്, നമ്മൾ മറ്റൊരു ആളിൽ നിന്നും വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രമാണ് ഭക്തി, ഇങ്ങനത്തെ ഈ ക്ലാസിഫിക്കേഷൻസ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് രൂഢമൂലമായിട്ട് വരും. അത് ചിലപ്പോൾ കുറച്ച് കാലങ്ങൾ കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്, ചിലപ്പോൾ അത് പെട്ടെന്നായിരിക്കും ഉണ്ടാവുന്നത്. എങ്ങനെയാണെങ്കിലും ഒരു നിമിഷ നേരത്തേക്കാണെങ്കിലും അല്ല ഇനി കാലാകാലങ്ങൾക്ക് ഉള്ളതായിട്ടാണെങ്കിലും അത്തരം അബദ്ധധാരണകൾ ഒക്കെ പൊളിച്ചു കളയുന്നതാണ് വാസ്തവത്തിൽ രുദ്രം പോലുള്ള മഹാമന്ത്രങ്ങളുടെ ധ്യാനം കൊണ്ടും അതിനെ ഉൾക്കൊള്ളുന്നത് കൊണ്ടും നമുക്ക് കിട്ടുന്നു. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം. ഇനിയിപ്പോൾ ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ശ്രവിക്കാം, കേൾക്കുക. കേട്ടിട്ട് നമ്മളത് ഉൾക്കൊണ്ടിട്ട് മനനം ചെയ്യണം, അതിൻ്റെ അർത്ഥം വിചാരം ചെയ്യണം. അങ്ങനെ അർത്ഥവിചാരം ചെയ്ത് അത് നിധിധ്യാസനായി മാറണം. അതായത് സദാ ആ ചിന്ത തന്നെയായി മാറി അതിൽ ഉറച്ചിട്ടുള്ളൊരു ജീവിതചര്യയിലേക്ക് പോകണം നമ്മൾ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാനെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റുക. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, നല്ല ഒരു ജോഡി ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റണ ചെരുപ്പ് കുത്തിയെ ക്ലാസ്സിൽ ദിവസവും വിഡ്ഢിത്തരം പറയണ ഒരു പ്രൊഫസറെക്കാട്ടിലും ഞാൻ നന്നായിട്ട് ബഹുമാനിക്കണമെന്ന്. അതിന് കാരണം എന്താ വെച്ചാൽ അത് പ്രൊഫസറെ അപമാനിക്കാനോ ചെരുപ്പ് കുത്തിയെ കൂടുതൽ സുഖിപ്പിക്കാനോ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ ജീവിതത്തിൽ ഏതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന സ്ഥിരതയുണ്ടല്ലോ, ആ സ്ഥിരത തന്നെയാണ് നമുക്ക് ആധ്യാത്മികതയിലും വേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്ഥിരതയില്ലായ്മയും വലിയ വലിയ കാര്യങ്ങളിൽ നമ്മൾ സ്ഥിരത കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ വലിയ കാര്യങ്ങളിൽ വാസ്തവത്തിൽ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കുന്നു. അടിസ്ഥാനങ്ങൾ വോയിസ് ക്ലിയർ അല്ലായ്മയുണ്ടോ, സ്റ്റക്കായി എന്നും പറയുന്നുണ്ടല്ലോ. എനിക്കിവിടെ പ്രോബ്ലം ഒന്നും തോന്നിയില്ല. എല്ലാവർക്കും അങ്ങനെയാണോ അതോ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് മാത്രം അവരവരുടെ കണക്ഷന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടണേ. എല്ലാവർക്കും അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോ ചമകം കൊണ്ട് നമ്മളെ പഠിപ്പിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥിരതയും ആ വിനയവും. നമ്മൾ ഭഗവാനോട് ചോദിച്ച് വാങ്ങേണ്ടത് നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങണം. അത് ഭഗവാൻ നമുക്ക് തരുന്ന ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഭഗവാൻ അത് സ്നേഹത്തോടെ തരും. നമ്മൾ അദ്ദേഹത്തിന് മനസ്സ് തുറന്ന് സ്നേഹിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം. എത്രത്തോളം ചോദ്യങ്ങൾ കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പക്ഷെ ആഗ്രഹങ്ങൾ കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എന്നാലും സാധാരണക്കാരായ മനുഷ്യർക്കും ഭഗവാൻ പ്രാപ്യനാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമകത്തിലും ചമകത്തിലും 11 അനുഭാഗങ്ങൾ വീതമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമകത്തിൽ 11 അനുഭാഗങ്ങളായിട്ട് 166 മന്ത്രങ്ങളുണ്ട്. അത് ഓരോ അനുഭാഗത്തിൽ എത്ര മന്ത്രം എന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ചമകത്തിൽ 11 അനുഭാഗങ്ങളുണ്ട്. ആ 11 അനുഭാഗങ്ങളിൽ 332 ചമകങ്ങളുണ്ട്. ശ്രീരുദ്രം സാധാരണ ജപം തുടങ്ങുന്നത് മൂന്നാമത്തെ ചമകമായിട്ടുള്ള ശംചമേ മയശ്ചമേ പ്രിയംചമേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ മന്ത്രം കൊണ്ടാണ് ശ്രീരുദ്രൻ ചൊല്ലി തുടങ്ങുക. ജപത്തിനാണെങ്കിൽ അങ്ങനെയാണ് തുടങ്ങുക. അതിനുശേഷമാണ് ഒന്നാമത്തെ അനുഭാഗമായിട്ടുള്ള നമസ്തേ രുദ്രമന്യവേ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നത്. അപ്പൊ ചമകമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിരുദ്രത്തിന്റെ ഒരു ക്രമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് സമയത്തിനനുസരിച്ച് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ പറയാം. കാരണം നമ്മൾ എന്തായാലും ഒരു 5 ദിവസത്തെ കണക്കാക്കിയിട്ട് തന്നെയാണ് പോയിരുന്നത്. ചമകം പറയാണ്, ഓം നമോ ഭഗവതേ രുദ്രായ. ഒന്നാമത്തെ അനുഭാഗമാണ്. ഓം അഗ്നാ വിഷ്ണു സജോഷസേമാവർദ്ധന്തു വാങ്കിര യുംനേർവാചേഭിരാഗതം.
വാചശ്ചമേ പ്രസവശ്ചമേ പ്രയതിശ്ചമേ പ്രസീതിശ്ചമേ, ഇങ്ങനെയാണ് പോവുക. അതിലൊന്നാമത്തെ നമ്മളിപ്പോൾ ജപിക്കല്ലല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മളിത് വ്യാഖ്യാനിച്ച് പറയാൻ ഒരു എളിയ ശ്രമം നടത്തുമ്പോൾ ഓരോ മന്ത്രമായിട്ട് നമുക്ക് പോവാം. ഓം അഗ്നാ വിഷ്ണു സജോഷ സേമാവർദ്ധന്തു വാങ്കിര ജിംനേർവാധേ വിരാഗതം. അഗ്നാ വിഷ്ണു അല്ലയോ അഗ്നിസ്വരൂപനായിട്ടുള്ള വിഷ്ണു, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അഗ്നി. വിഷ്ണു ശബ്ദം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അഗ്നി എന്നർത്ഥം എടുക്കാം. അഗ്നിയും വിഷ്ണുവും എന്നർത്ഥം എടുക്കാം. അഗ്നാ വിഷ്ണു എന്ന് പറഞ്ഞാൽ അഗ്നിയും വിഷ്ണു. ഇവിടെ വിഷ്ണു ശബ്ദം കൊണ്ട് വായുവിനെയും കണക്കാക്കാം, അഗ്നിയും വായു എന്നും കണക്കാക്കാം. ഭഗവാനും വിഷ്ണു രൂപവും വായുരൂപവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ശരീരത്തിൽ ജീവനെ ആത്മാവിനെ നിർത്തുന്നത്, പ്രകൃതിയാകുന്ന ഉമയില് പരമാത്മാവായിട്ടുള്ള ശിവനെ നിർത്തുന്നത് മഹാവിഷ്ണു ആകുന്ന ശ്വാസമാണ്. അതിനെ വ്യൂഹിനി എന്ന് പറയും ആ ശക്തി. ആ ശ്വാസം അഥവാ വായു, ആ വായു തന്നെയാണ് ഗുരുവായു, പ്രധാനപ്പെട്ട വായു, ഏറ്റവും പ്രധാനപ്പെട്ട വായു. അതാണ് ഗുരുവായു എന്ന് പറയുന്നത്. ആ അഗ്നാ വിഷ്ണുവിന്റെ അടുത്ത് പറയും സജോഷസ, നിങ്ങൾ രണ്ടുപേരുടെയും ഒരുപോലെ സന്തോഷം എന്നിൽ ഉണ്ടാവണേ എന്നാ പറയണം. വാം ഇമാ ഗിര, നിങ്ങളെ കുറിച്ച് സ്തുതിക്കാവുന്ന പോലെയുള്ള വാക്കുകൾ ഞാൻ പറയുന്നുണ്ട്. ആ വാക്കുകൾ വർദ്ധിക്കട്ടെ. അത് നിങ്ങളെക്കുറിച്ച് ഉള്ള സ്തുതികൾ വർദ്ധിക്കട്ടെ, നിങ്ങളെ ഒരുപാട് പേര് സ്തുതിക്കട്ടെ, ഞാനും സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. വർദ്ധന്തു, വർദ്ധിക്കട്ടെ. ദ്യുമ്നൈ, ദ്യുമ്നൈ എന്ന് പറഞ്ഞ ധനവും. വാജേവിരാഗതം, വാജേവി ആഗതം, വാജേവി അന്നം, ഭക്ഷണം. അന്നവും ധനവും ധാരാളമായിട്ട് വർദ്ധിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരുടെയും ഒരുപോലെ പ്രീതിയും സന്തോഷവും ഉണ്ടാവട്ടെ. ഓം അഗ്നാവിഷ്ണു സജോഷ സേമാവർദ്ധന്തു വാങ്കിര ദിംനേർ വാജേ വിരാഗതം. വാചശ്ചമേ പ്രസവശ്ചമേ, കണ്ടച്ചമേ തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ട്. പ്രയതിശ്ചമേ പ്രസിദ്ധിശ്ചമേ. അപ്പൊ അവിടുന്ന് തുടങ്ങാണ് ആവശ്യങ്ങൾ ഇങ്ങനെ പറയും. വാചശ്ചമേ, എനിക്ക് അന്നം തരണേ ഭഗവാനെ, എനിക്ക് അന്നം തരണേ. പ്രസവം തരണേ. ഇവിടെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുക, ജന്മം കൊടുക്കുക എന്നല്ല അർത്ഥം. അവിടെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജ്ഞ, സമ്മതമാണ് വാക്കിന്റെ അർത്ഥം. പ്രസവം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മതം എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. അതായത് അന്നം തന്നാൽ മാത്രം പോരാ ഭഗവാനെ, എന്നെ ആ അന്നം കഴിച്ചോളൂ, നീ ആ ഭക്ഷണം കഴിച്ചോളൂ എന്നുള്ള സമ്മതം കൂടെ എനിക്ക് തരണം. അതാണ് വാചശ്ചമേ പ്രസവശ്ചമേ. വെറുതെ അന്നം തന്നുകൊണ്ട് കാര്യമില്ല. അന്നം തന്നു, അന്നം തരിക, അന്നം വാങ്ങി നമ്മൾ, എന്നിട്ട് ഭഗവാന്റെ മുഖത്ത് നോക്കുകയാണ്. ഭഗവാനെ ഞാനിത് കഴിച്ചോട്ടെ, നീ കഴിച്ചോളൂ, സന്തോഷമായിട്ട് കഴിച്ചോളൂ എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ പ്രയതിശ്ചമേ, ശുദ്ധി. ആ അന്നത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശുദ്ധി എനിക്ക് തരണേ. നല്ല ചോറായിരിക്കണം ഞാൻ ദിവസവും കഴിക്കണം. ആരാനെ പറ്റിച്ചിട്ടുണ്ടാക്കണ പണം കൊണ്ടുള്ള, അല്ലെങ്കിൽ ആരാന്റെ ദോഷം മാറ്റാൻ വേണ്ടി അവൻ എനിക്ക് തരുന്ന ഭക്ഷണമായിട്ട് തീരരുത്. നമ്മുടെ കാലഘട്ടത്തിൽ വലിയ വലിയ അന്നദാനങ്ങളൊക്കെ ആ ചോറ് ഉണ്ണുന്നവന് ആ ചോറ് കൊടുത്തവന്റെ കർമ്മദോഷം വരുന്ന അവസ്ഥയാണ്. കാരണം അങ്ങനത്തെ പണം കൊണ്ടാണ് അന്നദാനത്തിന് കൊണ്ട കൊടുക്കുന്നത്. ക്ഷേത്രത്തിലാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും. അപ്പൊ പ്രയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധി, അന്നത്തെ സംബന്ധിച്ച ശുദ്ധി. പ്രസിദ്ധിശ്ചമേ, പ്രസിദ്ധിശ്ചമേ എന്ന് പറയുമ്പോൾ ആ അന്നത്തിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ശുദ്ധമായിട്ടുള്ള അന്നം കഴിക്കണം, അത് നിന്റെ കൈ കൊണ്ട് തന്നെ കിട്ടണം, നിന്റെ അനുജ്ഞയോടുകൂടി നിന്റെ സമ്മതത്തോടുകൂടി കഴിക്കണം ഭഗവാനെ എനിക്ക് എൻ്റെ ഭക്ഷണം. ആ ഭക്ഷണത്തിനെ കുറിച്ച് എനിക്കൊരു താല്പര്യം, അങ്ങനെയുള്ള അന്നത്തിനെ കുറിച്ച് എനിക്കൊരു താല്പര്യം ഉണ്ടാക്കി തരണേ. ഇതാണ് പറയുന്നത്. അപ്പൊ കൽപ്പതാം എന്ന് അഞ്ചാമത്തെ അനുവാദം എത്തുമ്പോൾ വരുന്നുണ്ട്.
ഈ കൽപ്പതാം എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ മന്ത്രം തൊട്ട് എല്ലാ ചമേ എന്ന് പറഞ്ഞിട്ട് പറയണതും തരണേ എന്ന് അഞ്ചാമത്തെ അനുഭാഗത്തിലാണ് പറയണത്. ഇത് ആദ്യം 5 അനുഭാഗം വരെ ഒരു വമ്പൻ ലിസ്റ്റ് അങ്ങോട്ട് എഴുതുന്നുണ്ട്, ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് മാതിരി അങ്ങോട്ട് എഴുതുന്നുണ്ട്, ഒരു വലിയ ലിസ്റ്റ്. അത് അവസാനം 5ാമത്തെ അനുഭാഗം വരുമ്പോഴാണ് കൽപ്പതാം തരണേ ഭഗവാനെ തരണേ എന്ന് പറഞ്ഞു. ഞാൻ ഈ ആവശ്യപ്പെടുന്ന വലിയ ലിസ്റ്റ് മുഴുവൻ എനിക്ക് തരണേ. അപ്പൊ എല്ലാറ്റിലും ച മേ കൽപ്പതാം എന്നാണ് ഓരോ ഐറ്റം കാറ്റഗറി പറഞ്ഞിട്ടും ച മേ കൽപ്പതാം എന്ന് നമ്മൾ സങ്കല്പിച്ചോളാം. ചമേന്നേ ഇവിടെ പറയുള്ളൂ. പക്ഷെ അതും എനിക്ക് തരണേ, ഇതും എനിക്ക് തരണേ, ഇതും എനിക്ക് തരണേ, ഇതും തരണേ, ഇതും തരണേ എന്ന് ഭഗവാനോട് ലിസ്റ്റ് ഇട്ട് നമ്മൾ പറയും. ധീതിശ്ചമേ ക്രതുശ്ചമേ സ്വരശ്ചമേ ശ്ലോകശ്ചമേ ശ്രാവശ്ചമേ ശ്രുതിശ്ചമേ ജ്യോതിശ്ചമേ സുവശ്ചമേ പ്രാണശ്ചമേ അപാനശ്ചമേ വ്യാനശ്ചമേ അസുശ്ചമേ ചിത്തം ചമ ആധീതം ചമേ വാക്ചമേ മനശ്ചമേ ചക്ഷുശ്ചമേ ശ്രോത്രം ചമേ ദക്ഷശ്ചമേ ബലം ചമേ ഓജശ്ചമേ സഹശ്ചമേ ആയുശ്ചമേ ജരാചമേ. കുറേ ലിസ്റ്റാണ്, വലിയ ലിസ്റ്റ്. ഇങ്ങോട്ട് തുടങ്ങണം. ധീതിശ്ചമേ, ധീതി ധാരണം ഇങ്ങോട്ട് കിട്ടുക, അന്നം കിട്ടുക, അന്നം കിട്ടാനിടയാക്കണേ ഭഗവാനെ. ക്രതുശ്ചമേ, ക്രതു എന്ന് പറഞ്ഞ യജ്ഞം, യജ്ഞം നൽകണേ എനിക്ക് യജ്ഞം ചെയ്യാൻ സാധിക്കണം. അന്നം കിട്ടിയാൽ മാത്രമല്ല, അത് കിട്ടാനുള്ള പുണ്യത്തിനായിട്ടുള്ള യജ്ഞവും ചെയ്യാൻ സാധിക്കണം. സ്വരശ്ചമേ, ആ യജ്ഞം നടത്തണമെങ്കിൽ വൃത്തിയായിട്ട് മന്ത്രം ചെല്ലാൻ പറ്റണം. ആ മന്ത്രത്തിലെ സ്വരം കറക്റ്റായിട്ട് ചെല്ലാൻ പറ്റണം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്വരം പറയുക ഉദാത്തം, അനുദാത്തം, സ്വരിതം, ഇങ്ങനെയാണ് വേദം ചെല്ലാൻ പഠിപ്പിക്കണ സ്വരങ്ങൾ. അത് ചെല്ലാനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ നമ്പൂതിരിമാരുടെ സമ്പ്രദായത്തിൽ വളരെ വിശേഷമാണ്. ഭാരതത്തിന്റെ ബാക്കിയുള്ള ഒരു ഭാഗത്തും കാണാത്ത, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ ഏതോ പ്രാചീന കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വളരെ ഉയർന്ന തരത്തിലുള്ളൊരു വേദോച്ചാരണ രീതി കേരളത്തിൽ നമുക്ക് ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൈ കാട്ടുക എന്ന് പറയും. കൈ കാണിക്കുന്ന മുദ്രകൾ കൊണ്ടും തലയുടെ മൂവ്മെന്റുകൾ കൊണ്ടും. അപ്പം വേദം പഠിപ്പിക്കുന്ന സമയത്ത് ആചാര്യൻ കുട്ടിയുടെ തലയിൽ പിടിച്ചിട്ടാണ് അതിന്റെ താഴ്ത്ത മേലെ സ്വരം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. അതിനുള്ള ഒരു ഓർക്കസ്ട്രേഷൻ ഉണ്ട്. കൈ കാട്ടുക പറയും. തെറ്റിയാ പറഞ്ഞു കൊടുക്കുന്ന പതിവില്ല. അപ്പൊ അതിരാത്രത്തിലൊന്നും തെറ്റിയാ പറഞ്ഞു കൊടുക്കില്ല. കൈ നോക്കി പിടിച്ചോളൂ. അതിലറിയാൻ പറ്റും നമ്മൾ ചെല്ലുന്നത് തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ. അപ്പൊ ആ സ്വരം കിട്ടണം. ആ സ്വരത്തിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സ്വരശ്ചമേ, ശ്ലോകശ്ചമേ. ശ്ലോകം എന്ന് പറഞ്ഞ സ്തുതി മന്ത്രങ്ങളാ. ആ മന്ത്രങ്ങളും എനിക്ക് തരണേ. ഇതിനെ റിവേഴ്സലായി ചിന്തിക്കണ്ടേ. അന്നം തരണേ പറഞ്ഞു, അന്നം കഴിക്കാനുള്ള അനുമതി തരണേ പറഞ്ഞു, അതിനുള്ള ഔത്സുക്യം തരണേ എന്ന് പറഞ്ഞു, അത് ശുദ്ധമായിട്ടുള്ള അന്നം ആവണേ എന്ന് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ അന്നം എനിക്ക് ധാരാളം കിട്ടണ വിധത്തിലുള്ള ഒരു സൗകര്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് അത് വെറുതെ അല്ല ചോദിക്കണം. യജ്ഞം ചെയ്യാൻ സാധിക്കണേ എന്ന് പറഞ്ഞു. യജ്ഞം ചെയ്യാൻ സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പറയണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം. പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്നതൊക്കെ യജ്ഞങ്ങളാണ്. പ്രകൃതിക്ക്, സഹജീവികൾക്ക് അതൊക്കെ യജ്ഞങ്ങളാണ്. അത് മരം നടുക, ഭക്ഷണം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അവനാലാവണ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ യജ്ഞമാണ്. സൽപ്രവർത്തികൾ കൊണ്ടാണ് അത്ര നമ്മുടെ ഭക്ഷണം ഉണ്ടാവേണ്ടത്. അപ്പോഴാ ഭക്ഷണത്തിന് ദൈവികത്വം വരുള്ളൂ. അത് ഭഗവാന്റെ പ്രസാദാവുള്ളൂ. അതിനെ ഭഗവാന് അർപ്പിച്ചു എന്ന് നമ്മൾ വെറുതെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് കാര്യം. നമ്മൾ ഭഗവാന് കൊടുക്കുന്നത് നമ്മുടെ കർമ്മം കൊണ്ട് ശുദ്ധമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം. ആരാനെ പറ്റിച്ചിട്ട് ഉണ്ടാക്കണ ഭക്ഷണത്തിനെ, പണം കൊണ്ടുള്ള ഭക്ഷണം നമ്മൾ ഭഗവാന് കൊടുത്താലും, നമ്മളിനി മറ്റുള്ളവർക്ക് അന്നദാനമായി കൊടുത്താലും അത് ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് വരില്ല. അപ്പൊ യജ്ഞം ചെയ്യാൻ സാധിക്കണമെങ്കിൽ, വേദയജ്ഞം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടെ സ്വരം അറിയണം, മന്ത്രത്തിന്റെ വൃത്തിയായിട്ട് ചെല്ലാൻ പറ്റണം, മന്ത്രങ്ങൾ അറിയണം എന്നുള്ള അർത്ഥം. ശ്രാവശ്ചമേ ശ്രുതിശ്ചമേ. ശ്രാവഹ, മറ്റുള്ളവരെ ഈ മന്ത്രം ചൊല്ലി കേൾപ്പിക്കാനുള്ള കഴിവ് എനിക്ക് തരണേ ഭഗവാനെ. ശ്രുതിശ്ചമേ, മന്ത്രം ചെല്ലുന്നത് കേൾക്കാനുമുള്ള കഴിവ് എനിക്ക് തരണേ.
ഇവിടെ മന്ത്രം എന്ന് മാത്രമല്ല, ഏത് നല്ല കാര്യവും സത്സംഗം നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാനും അവരെ ഭക്തിയിൽ ആറാടിക്കാനും അവരുടെ മനസ്സിന് ശുദ്ധി ഭഗവാനിൽ വേരുറപ്പിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാമർഥ്യം. അതേമാതിരി ശ്രുതി, ശ്രവണ സാമർഥ്യം, കേൾക്കാനുള്ള സാമർഥ്യം. നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള സാമർഥ്യം, അതും ഭഗവാനാ തരേണ്ടത്. അത് കഴിഞ്ഞാൽ ജ്യോതിശ്ചമേ, പ്രകാശത്തെ തരണേ ഭഗവാനെ. ജ്യോതി ശബ്ദത്തിന് ആകാശത്തിലുള്ള വെളിച്ചം, അഗ്നിസ്വരൂപം എന്നൊക്കെ അർത്ഥം. അപ്പൊ ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശം. സുവഹ, സുവശ്ചമേ, സ്വർഗം തരണേ. ഓം ഭൂർഭ സ്വ എന്ന് കണ്ടിട്ടില്ലേ, ആ സ്വ, സ്വർഗം തരണേ. പ്രാണശ്ചമേ, ഭഗവാനെ എനിക്ക് പ്രാണന്റെ എല്ലാവിധ ക്രിയകളും, പ്രാണന്റെ വൃത്തികൾ, ആ പ്രാണന്റെ കറക്റ്റ് ആയിട്ടുള്ള റണ്ണിങ്, വായുവിന്റെ റണ്ണിങ് ഏതാ? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഒക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രാണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ പ്രാണങ്ങളൊക്കെ കറക്റ്റായിട്ട് തരണേ. ഈ പ്രാണൻ ഉണ്ടെങ്കിൽ ഇത് ഓടുള്ളൂ ഈ ശരീരം, അല്ലേ? പ്രാണശ്ചമേ, അതുകൊണ്ടാണ് പ്രാണശ്ചമേ, അപാനശ്ചമേ, വ്യാനശ്ചമേ, അസുശ്ചമേ. അവിടെ അസു എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ആവൃത്തികളുള്ള വായുവിനെയാണ് പറയുന്നത്. അപ്പൊ വായു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മധ്വാചാര്യരുടെ ശിഷ്യൻ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഹരിവായു സ്തുതി ഉണ്ട്. മഹാവിഷ്ണുവും വായുവും രണ്ടല്ല ഒന്നാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. വായുവിനെ ഭഗവാനിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പറ്റും. അതിന്റെ പ്രത്യക്ഷ പ്രതിഷ്ഠയാണ് ഗുരുവായൂരിക്കുന്നത്. അതാ പ്രാണവായു. ആ പ്രാണവായു തന്നെ ബ്രഹ്മം. ഈ സങ്കല്പമാണ് അവിടെ. ഗുരുഭവനപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആ പ്രാണനാകണ ഗുരുവായു ഓടുന്ന ശരീരം, അത് ഉറച്ചിരിക്കുന്ന ശരീരം, അതാണ് നാരായണ ഗുരുവായൂരപ്പ. ചിത്തം ച ആധീതം ചമേ, മനസ്സുകൊണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ മനസ്സിലുണ്ടാവുന്ന അറിവാണ് ചിത്തം. അത് തരണേ. ആധീതം ചമേ, ആ അറിവ് കൊണ്ട് ഏത് വസ്തുവിനെയാണോ നമ്മൾ അറിയേണ്ടത് അത് തരണേ. വാക്ചമേ, വാക്കിനെ തരണേ എനിക്ക്. മനശ്ചമേ, എനിക്ക് മനസ്സിനെയും തരണേ ഭഗവാനെ. ശാന്തമായിട്ട് സാവധാനത്തിന് പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലിട്ട് ഉറപ്പിക്കുക. എത്ര ഗംഭീരമായിട്ടുള്ള പ്രാർത്ഥനയാണ്, എത്ര മനോഹരമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഗുരുവായൂരപ്പ അത് എങ്ങനെയാ പറയുക, ഇതിന്റെ മഹത്വം. ഞാൻ കഴിഞ്ഞ ദിവസം 11ാമത്തെ അനുവാദം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രുദ്രത്തിന്റെ ഒരു ചാറെടുത്തിട്ടല്ലേ ഭഗവത്ഗീത ഉണ്ടാക്കിയിരിക്കണം. എല്ലാ പ്രാർത്ഥനകളുടെയും ഒരാകത്തുകയാണ് നമ്മളിപ്പോ കേൾക്കുന്ന ചമകം. ചക്ഷുശ്ചമേ, ശ്രോത്രം ചമേ, ദക്ഷശ്ചമേ, ബലം ചമേ. ചക്ഷു പറഞ്ഞ കണ്ണ്, കണ്ണ് തരണേ ഭഗവാനെ. ശ്രോത്രം ചമേ, ചെവി തരണേ ഭഗവാനെ. ദക്ഷശ്ചമേ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഒക്കെ മിടുക്ക്, അത് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരാണ് ദക്ഷത്വം, മിടുക്ക്. ദക്ഷം എന്ന് പറഞ്ഞാൽ മിടുക്ക്, കൗശലം എന്നൊക്കെയാണ് അർത്ഥം. ആ അറിവ് തരുന്ന ജ്ഞാനേന്ദ്രിയങ്ങളുടെ കണ്ണ്, മൂക്ക്, ചെവി. അപ്പൊ ആ കൗശലം ദക്ഷശ്ചമേ. ബലം ജമേ, കർമ്മേന്ദ്രിയങ്ങള്, കയ്യ് കാലൊക്കെ തുടങ്ങി അതിന്റെ ബലം അതും തരണേ. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ നേടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്, അല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ ഓജശ്ചമേ, സഹശ്ചമേ, ആയുശ്ചമേ, ജരാചമേ. ഗുരുവായൂരപ്പ, ഓജസ് ബലം ഉണ്ടാക്കി തരുന്ന ധാതുക്കളാണ് ഓജസ്. എന്താക്കിയത്? 7 ധാതുക്കളുണ്ട്. രക്തം, രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം.
ഇത് കഴിഞ്ഞാൽ ബലം നൽകുന്ന എട്ടാമത്തെ ധാതുവായിട്ടാണ് ഓജസ്സിനെ പറയുന്നത്. ആ എട്ടാമത്തെ ധാതുവായിട്ടുള്ള ഓജസ് തരണേ എന്നാ പറയുന്നത്. ശരീരത്തിനെ പോഷിപ്പിക്കുന്ന ധാതുക്കളെ ഭഗവാന്റെ അവതാരങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓജസ് കൃഷ്ണനാണ്. ശത്രുജയത്തിനുള്ള സഹശ്ചമേ, ശത്രുജയത്തിന് ആവശ്യമായിട്ട്, ശത്രുക്കളെ തോൽപ്പിക്കണതിന് ആവശ്യമായിട്ടുള്ള മിടുക്ക് അത് തരണേന്നാ പിന്നെ പറയണം. ഓജശ്ചമേ എന്ന് പറഞ്ഞാൽ സഹശ്ചമേന്നാ. പിന്നെ അവിടെ ശത്രുക്കൾ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, ശത്രു എന്ന ശബ്ദം കൊണ്ട് ദുഷിച്ച വാസന എന്നർത്ഥമെടുക്കണം. ദുഷിച്ച വാസന, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷിപ്പുകളും, എല്ലാ കോംപ്ലക്സുകളും, എല്ലാ വിധത്തിലുള്ള കുത്തിത്തിരിഞ്ഞ ചിന്തകളും, എല്ലാ വിധത്തിലുള്ള വൈരാഗ്യങ്ങളും, എല്ലാ വിധത്തിലുള്ള മുറിവുകളും, എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെ ശത്രുക്കൾ തന്നെയാണ്. കാരണം ഇതിനെ മുഴുവൻ ജയിച്ചവരാരുമില്ല, ഞാനുമില്ല, നിങ്ങളുമില്ല. പക്ഷെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭഗവാന്റെ സഹായം കൊണ്ട് പൂർണ്ണമായിട്ടും പോകും. നമ്മുടെ മനസ്സിലെ മുറിവുകളെ എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഉണക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യരായിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദേവന്മാരായി മാറിയില്ലേ? മനുഷ്യനായി കാണാൻ പഠിക്കണം. മനുഷ്യനിൽ ഒരിക്കലും ദേവത്വം ആരോപിക്കരുത്. ദേവത്വം ആരോപിച്ചാൽ നിരാശപ്പെടുകയുള്ളൂ. മനുഷ്യനാണ്. ഒരു പരിധി വരെ ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഏറ്റവും അപകടകാരിയായിട്ടുള്ള സൃഷ്ടിയും മനുഷ്യനാണ്. അതിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ഇരിക്കുമ്പോഴും ഏറ്റവും അണ്ടർലേബിളായിട്ട്, അത് മറ്റൊരാളെ എന്നല്ല, അവനവനെ തന്നെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നലെ രാത്രി നാളെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു തീരുമാനിച്ചിട്ട് ഇന്ന് രാവിലെ ഉറങ്ങിയടിക്കുമ്പോ അത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാ നമ്മൾ. അപ്പൊ ഇന്നലെ തീരുമാനിച്ചതാരാ? ഇന്നത് വേണ്ട എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ അകത്ത് തന്നെ നമുക്ക് ഉറപ്പില്ല. എന്നിട്ടാ നമ്മൾ വലിയ വലിയ കൊമ്പുകൾ എത്തിപ്പിടിക്കാൻ നോക്കണതും അറിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ സമന്വയം രൂപീകരണം നടത്തുന്നത്. അപ്പൊ സഹശബ്ദം കൊണ്ട് ശത്രുജയത്തിനുള്ള സാമർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദുർവാസനകളെ നശിപ്പിക്കാനുള്ള സാമർത്ഥ്യം. എന്നാൽ ആ ഓജസ് കിട്ടിയിട്ടുള്ള ഓജസ് നിലനിൽക്കുള്ളൂ. അതിനാണത് പറയുന്നത്. ഇനി പറഞ്ഞ ആയുശ്ചമേ, എനിക്ക് ആയുസ് തരണേ. അത് കഴിഞ്ഞിട്ട് ആയുശ്ചമേന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കാലാകാലത്തേക്ക് ജീവിക്കാൻ പറ്റണേ എന്നല്ല പറയണത്. ജരാചമേ, ജരയും തരണേ ഭഗവാനെ. കാരണം ആയുസ് അവസാനിക്കുന്ന അവസ്ഥയാണ് ജര. അതും തരണം. കാരണം ഞാൻ ഇങ്ങനെ പഴുത്തിട്ട് എപ്പോഴും ഒരു പഴം മാറിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അത് പ്രപഞ്ചത്തിന്റെ നിയമത്തിനെതിരാണ്, പ്രകൃതിക്കെതിരാണ്. ഞാൻ എല്ലാ കാലത്തും ജീവിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് യഥാകാലം എനിക്ക് മരണവും തരണം എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ആത്മാചമേ, തനുശ്ചമേ, ശർമ്മചമേ, വർമ്മചമേ. മനസ്സിൽ ഒരുപാട് ദുഷിപ്പുണ്ട് ചെയ്യുന്നത്. ബിജുചേട്ടൻ പറയണം, ബിജുചേട്ടാ എല്ലാവരുടെ മനസ്സിലും ദുഷിപ്പുണ്ട്. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്, എല്ലാവരുടെ മനസ്സിലും ദുഷിപ്പുകളുണ്ട്. പക്ഷെ അത് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണ്ടല്ലോ. അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. അപ്പൊ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിശ്ചയമായിട്ട് മാറും. സന്തോഷമായിട്ടിരിക്കും. ആത്മാചമേ, തനുശ്ചമേ, ശർമ്മചമേ, വർമ്മചമേ. ആത്മാ, ആ പരമാത്മാവിന്റെ സാക്ഷാത്കാരം തരണേ ഭഗവാനെ. എനിക്കൊരു ആത്മാവിനെ തരണേ ഭഗവാനെ. ചിലർക്ക് അവനവന്റെ ആത്മാവുണ്ടാകുന്ന അറിയുന്നില്ല. അപ്പൊ ആ ആത്മാവിനെ തരണേ എന്നുള്ള അർത്ഥത്തിലെടുക്കാം, പരമാത്മസ്വരൂപത്തെ തരണേ എന്നുള്ള അർത്ഥത്തിലെടുക്കാം. തനുശ്ചമേ, ആ ആത്മാവിന് വസിക്കാനായിട്ടൊരു ശരീരം തരണേ. അപ്പൊ ശരീരമുള്ള ആളാ ഇത് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. ശർമ്മചമേ, ശർമ്മ എന്ന് പറഞ്ഞ സുഖം. വർമ്മചമേ, ശരീരത്തിനെ രക്ഷിക്കണ കവചം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് വർമ്മ എന്ന് പേര് വന്നത്. കവചം എന്നുള്ള വാക്കാണ്. ശർമ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്കാണ് സാധാരണ പേരിടുക. അപ്പൊ സുഖം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ ആത്മാവിനെ തരണേ, ആത്മാവിന് ഇരിക്കാനൊരു ശരീരത്തെ തരണേ, ആ ശരീരത്തിന് സുഖത്തെ തരണേ, ആരോഗ്യത്തെ തരണേ. അതിന് മറ്റു പ്രശ്നങ്ങൾ, അനാരോഗ്യങ്ങളും മുറിവുകളും ഒന്നും വരാതിരിക്കാനായിട്ട് കവചത്തെയും തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആത്മാചമേ തനൂശ്ചമേ ശർമ്മചമേ വർമ്മചമേ. നോക്കൂ, ഈ പ്രാർത്ഥനയൊക്കെ തന്നെയല്ലേ ആവശ്യം നമുക്ക്. എത്ര ഓൾ ഇൻക്ലൂസീവ് ആണ് നോക്കൂ ഈ പ്രാർത്ഥന. അംഗാനിജമേ അസ്താനിജമേ പരൂംഷിജമേ ശരീരാണിജമേ. അംഗാനി എൻ്റെ എല്ലാ അവയവങ്ങളും, അസ്താനി യഥാസ്ഥാനത്തുള്ള അസ്ഥികൾ, പരൂംഷി നമ്മുടെ സന്ധികളൊക്കെ, വിരല് ഈ മടങ്ങണ ഭാഗങ്ങളൊക്കെ, കാലിന്റെ മുട്ടിന്റെ അവിടെ നിന്ന് മടങ്ങണ ഭാഗങ്ങൾ, ഈ റിസ്റ്റിന്റെ അവിടെ മുട്ട്, ഈ ഭാഗങ്ങളൊക്കെ, ശരീരാണി ഈ ഇതുവരെ പറയാത്ത അവയവങ്ങളും ഒക്കെ, ബാക്കിയുള്ള ഇതല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളും ഒക്കെ, ഇതൊക്കെ എനിക്ക് തരണേ. അപ്പൊ ഈ സ്തുതിക്കുന്നത് ഇനി ശരീരം ലഭിക്കുന്നതിന് മുമ്പ് ഒരാത്മാവാണോ ഈ സ്തുതിക്കണതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഇത് ആരാ സ്തുതിക്കണേ? ആത്മാവിനോട് സ്തുതിക്കുകയാണോ? അത് ആയിരിക്കാം, അല്ലാണ്ട് ഇത്ര ഉദാത്തമായിട്ടൊരു സ്തുതി ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ അംഗാനിജമേ അസ്താനിജമേ പരോംഷിജമേ ശരീരാണിജമേ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ അനുഭാഗം അവസാനിച്ചു. ഇനി രണ്ടാമത്തെ അനുഭാഗം. ജൈഷ്ട്യം ചമാധിപത്യം ചമേ മഞ്ഞുശ്ചമേ ഭാമശ്ചമേ അമശ്ചമേ അംഭശ്ചമേ ജയമാചമേ മഹിമാചമേ വരിമാചമേ പ്രതിമാചമേ വർഷ്മാചമേ ദ്രാഗുയാചമേ. ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും. ജൈഷ്ഠ്യം, ജ്യേഷ്ഠസ്ഥാനം, ആ അവസ്ഥ, ശ്രേഷ്ഠത്വം, മുതിർന്നത് അവസ്ഥ, ഇതൊക്കെയാണ് അതിന്റെ ഭാവം. ജൈഷ്ഠ്യം ശ്രേഷ്ഠത്വത്തിന്റെ അവസ്ഥയാണ് ശരിക്കും ജൈഷ്ഠ്യം, ജ്യേഷ്ഠഭാവം. അതിൻ്റെ അർത്ഥം മുതിർന്ന ആളെന്ന് മാത്രമല്ല, പ്രശസ്തി എന്നർത്ഥം. ജ്യേഷ്ഠൻ വെച്ചാൽ പ്രശസ്തൻ എന്നർത്ഥണ്ട്. അപ്പൊ ഇവിടെ പ്രശസ്തി തരണേ എന്നാ പറഞ്ഞത്. ജൈഷ്ഠ്യം ജമേ, ചെറിയ പ്രശസ്തി ഒന്നുമല്ല, ഭയങ്കര വലിയ പ്രശസ്തി അനുഭവിക്കും ഭഗവാന്റെ. നാരായണ നാരായണ, ഏറ്റവും വലിയ പ്രശസ്തി. ആ പ്രശസ്തിയുടെ ഭാവമാണ് ജൈഷ്ഠ്യം. അത് മാത്രം പോരാ, ആധിപത്യം ചമേ, അധിപതി എന്ന് പറയുന്ന അവസ്ഥ, സ്വാമിത്വം, അത് തരണേ എന്നാണ്. മഞ്ഞുശ്ചമേ, എനിക്ക് കോപത്തെ തരണേ ഭഗവാനെ, എനിക്ക് കോപത്തെ തരൂ എന്നാ പറഞ്ഞു. ഭാമശ്ചമേ, ഈ മഞ്ഞും ഭാമവും ഒന്നെന്നെയാണ്. കോപ, രണ്ടും കോപമാണ്. ഭഗവാനോട് പറയണം, ഭഗവാനെ എനിക്ക് ഏറ്റവും പ്രശസ്തി തരണേ, ആധിപത്യം തരണേ, എനിക്ക് കോപം തരണേ, രണ്ടു തരത്തിലുള്ള കോപം തരണേ എന്നാ പറഞ്ഞു. രണ്ട് ടൈപ്പ് കോപങ്ങളാണ്. മഞ്ഞും ക്രോധമാണ്, ഭാമയും ക്രോധമാണ്. ഭാമ എന്ന് പറഞ്ഞാൽ ഭാമ ശബ്ദം കൊണ്ട് ക്രോധം. മഞ്ഞു മനസ്സിലുള്ള കോപമാണ്, അകത്തുണ്ടാവണ തിളക്കൽ. ഭാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നമ്മൾ കാണുന്ന അതിന്റെ പ്രകടനങ്ങളാണ്, ബാഹ്യമായിട്ടുള്ള കോപത്തിന്റെ ലക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന് റെസ്റ്റ്ലെസ്നെസ്, അക്ഷമ കാണിക്കുക, കണ്ണുരുട്ടുക, ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുക, കൈ ചൂണ്ടിട്ട് തല്ലിട്ട, കൈ ഓങ്ങുക, ചവിട്ടാൻ പോവുക, എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുക, ഇതൊക്കെ ഭാമമാണ്. അപ്പൊ ഇതെന്തിനാ ചോദിക്കണേ? ഇതൊക്കെ എന്തിനാ ചോദിക്കണേ? ശത്രുക്കളെ വരട്ടാനായിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഈ ശത്രുക്കളെ എന്ന് പറയുമ്പോൾ അത് ദുർവാസനകൾ എന്ന് തന്നെ എടുക്കാം. ദുർവാസനകളോട് നമ്മുടെ മനസ്സിൽ ഒരു വിധത്തിലുള്ള സഹനവും പാടില്ല, നമ്മുടെ അകത്തുള്ള ദുർവാസനകളോട്. അതിനെ ഏത് വിധേനയും അടിച്ചു പുറത്താക്കണം. അതിനായിട്ടാണ് ഈ കോപത്തെ ചോദിക്കുന്നത്. ജൈഷ്ട്യഞ്ചമ ആധിപത്യഞ്ചമേ മഞ്ഞുശ്ചമേ ഭാമശ്ചമേ. ഈ മഞ്ഞു എന്നുള്ള ശബ്ദം കൊണ്ട് നരസിംഹത്തിന് ഉപാസിക്കാട്ടോ. മഞ്ഞു സൂക്തം കൊണ്ട് നരസിംഹത്തിന് ഉപാസിക്കാറുണ്ട്. കോപത്തിനെ സ്തുതിക്കുന്ന സൂക്തമാണ് മഞ്ഞു സൂക്തം. അത് വേറെ, അതിതല്ല. എവിടെയും കണ്ടുണ്ടോ കോപത്തിനെ സ്തുതിക്കുന്നത്? വേദങ്ങളിൽ കാണാം. അത് കഴിഞ്ഞ് അമശ്ചമേ അംഭശ്ചമേ ജേമാചമേ മഹിമാചമേ. അമശ്ചമേ, അമ തരണേ. എന്താ അമ? അളക്കാൻ കഴിയാത്ത അവസ്ഥ എനിക്ക് തരണം. അപ്രമേയത്വം. എന്താ അപ്രമേയത്വം? നമ്മളെ എതിർത്ത് നിൽക്കണവൻ, ഇവൻ ഇത്രയ്ക്കാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ ഇത്ര, അവന്റെ കൂടെ ഇത്ര ആൾബലുണ്ട്, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ ഇത്ര സമ്പത്തുണ്ട്. അങ്ങനെ ശത്രുക്കൾക്ക് എന്നെക്കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റരുത്. എന്നെ അളക്കാൻ സാധിക്കരുത്.
എന്നെ അളക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥയാണ് അപ്രമേയത്വം. ആ അവസ്ഥ എനിക്ക് തരണം. അമശ്ചമേ അംഭശ്ചമേ. അതെന്താ? അംഭം എന്ന് പറഞ്ഞാൽ കുറച്ച് മധുരിക്കുന്ന നല്ല തണുത്ത വെള്ളം, അത് തരണേന്നാ പറഞ്ഞു. അൺറിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് തോന്നുക, അൺറിലേറ്റഡ് ആയിട്ട്. പിന്നെ പറയണ ജയമാചമേ. ജയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനുള്ള കഴിവ്, അത് തരണേന്ന് പറഞ്ഞു. മഹിമാചമേ, മഹത്വം തരണേന്ന്. ഇവിടെ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ശത്രുക്കളെ തോൽപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ധനവും സമ്പത്തും എനിക്ക് കിട്ടണം എന്നാണ് ഭഗവാനോട് ഇവിടെ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ വരിമാചമേ പ്രതിമാചമേ വർഷ്മാചമേ ദ്രാഘൂയാചമേ. വരിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജനീയത, മറ്റുള്ളവർ നമ്മളെ പൂജിക്കുന്ന അവസ്ഥ, അത് ഉണ്ടാക്കി തരണേ. വരണീയത എന്ന് പറയും, നമ്മൾ ആചാര്യവരണം എന്നൊക്കെ പറയും. യജ്ഞം തുടങ്ങുന്നതിന് മുമ്പ് ആചാര്യനെ ദക്ഷിണയും കൂറയും പവിത്രമൊക്കെ കൊടുത്തിട്ട് വസ്ത്രവും പവിത്രമോതിരവും ദക്ഷിണയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അദ്ദേഹത്തിന് ആ ചടങ്ങിന്റെ ആചാര്യനായിട്ട് അവരോധിക്കുന്ന ഒരു രീതി ഉണ്ട്. അതിനെ വരിക്കുക എന്നാ പറയുക, വരണീയത, പൂജിക്കുക. അപ്പൊ ആ പൂജിക്കുന്ന ആ അവസ്ഥ, അത് പൂജ്യത്വം, മറ്റുള്ളവരാൽ പൂജിക്കപ്പെടണം ഞാനെന്നാ പറഞ്ഞു. പ്രതിമാജമേ, അധ പ്രതിമയല്ല, തായല്ല, തരു എന്നുള്ള തായല്ല, രഥത്തിന്റെ ധ. പ്രതിമാജമേ. പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിസ്തരിച്ചിട്ടുള്ള വലിയ വീട്, പാടങ്ങള്, കൃഷിസ്ഥലങ്ങള്, വയല്, വലിയ പറമ്പുകള്, പുരയിടങ്ങള്, അതൊക്കെ പ്രതിമയിൽ പെടും. ആ പ്രതിമ എനിക്ക് തരണേ, അങ്ങനെയുള്ള സമ്പത്തുകൾ എനിക്ക് തരണം. വർഷ്മാജമേ. വർഷ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ, പേരക്കുട്ടി തുടങ്ങിയിട്ടുള്ള ശരീരങ്ങൾ തരണം, അതായത് അങ്ങനെയുള്ള കുട്ടികളെ തരണം എന്നർത്ഥം. ദ്രാഘൂയാചമേ. ഈ കുട്ടികളുടെ ദീർഘമായിട്ടുള്ള ഇടമുറിയാത്ത പരമ്പരകൾ തരണേ, സന്തതി പരമ്പരകള് ആയുസോടെ ആരോഗ്യത്തോടു കൂടി ദീർഘകാലത്തേക്ക് തരണേന്ന്. അതായത് എന്റെ തലമുറയിൽ ആർക്കും മക്കളില്ലാണ്ടിരിക്കരുത്, എന്റെ വംശം വർദ്ധിച്ച് തുടർന്ന് വരണേന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. വംശവൃദ്ധിയെ പ്രാർത്ഥിക്കും. വൃദ്ധം ജമേ വൃദ്ധിശ്ചമേ സത്യം ജമേ ശ്രദ്ധാചമേ. വൃദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വയസ്സാവുക എന്നല്ല അർത്ഥം, ധാരാളം എന്നർത്ഥം. വൃദ്ധം ഒരുപാട്. എന്താ അവിടെ വേണം പറയണം? കഴിക്കാനുള്ള ഭക്ഷണം, അന്നവും ധനവും. വൃദ്ധിച്ച് വൃദ്ധം തരണേ, വൃദ്ധി തരണേ. വൃദ്ധി എന്ന് പറഞ്ഞാൽ ഉയർച്ച, വളർച്ച എന്നൊക്കെ അർത്ഥം. അറിവ്, സമ്പത്ത്, ആരോഗ്യം, ഇതിൻ്റെ ഒക്കെ വളർച്ച, ഉത്കർഷം, അത് തരണം എന്ന് പറയും. പിന്നെ സത്യം ജമേ, സത്യം തരണേ. യാഥാർത്ഥ്യം പറയാൻ സാധിക്കണം, യഥാർത്ഥമായിട്ടുള്ള സംസാരം, യഥാർത്ഥമായിട്ടുള്ള വാക്ക്, അത് സത്യം, അത് തരണേ. ശ്രദ്ധാചമേ. ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ച് ഫോക്കസ് തരണേന്ന് ഒന്ന് ഒരർത്ഥം. രണ്ട്, ഈ ജീവിതത്തിൽ, ഈ ഭൂമിയിലുള്ള ഈ ജീവിതം മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് വേറെയും നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്, നമ്മൾക്ക് ഇനിയും ഇവിടുന്ന് പോയിട്ട് വേറെ ലോകങ്ങളിലേക്ക് ചെല്ലാനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ശ്രദ്ധ എന്നുള്ള വാക്കുകൊണ്ട് വേറൊരു അർത്ഥം എടുക്കുന്നത്. ജഗച്ചമേ, ധനം ചമേ, വശശ്ചമേ, ത്വിഷിശ്ചമേ. ജഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരിക്കുന്നതും ചരിക്കാത്തതും, അനങ്ങുന്നതും അനങ്ങാത്തതുമായിട്ടുള്ള ഈ ജഗത്ത് എനിക്ക് തരണം. ഈ ജഗത്തിനെ മുഴുവൻ എനിക്കായിട്ട് തരണം. അതിലുള്ള എല്ലാവിധ വിഭവങ്ങളെയും എനിക്കായിട്ട് തരണം. പശു, പക്ഷി, സകല വസ്തുക്കളും എനിക്ക് സ്വാധീനമായിട്ട് കിട്ടണം. ധനം ചമേ. ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം തുടങ്ങിയിട്ടുള്ള എല്ലാം. വശശ്ചമേ, എല്ലാവരും എനിക്ക് സ്വാധീനപ്പെടണേ. ത്വിഷിശ്ചമേ, എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവണം. എൻ്റെ ശരീരത്തിന് നല്ല കാന്തി, നല്ല ബ്യൂട്ടി ഉണ്ടാവണം. അതാണ് ത്വിഷിശ്ചമേ. ക്രീഡാചമേ, മോദശ്ചമേ, ജാതം ചമേ, ജനിഷ്യമാണം ചമേ. എനിക്ക് വിനോദങ്ങൾ, എന്റർടൈൻമെന്റ് തരണം. ക്രീഡകള്, കളികള്, എന്റർടൈൻമെന്റുകൾ തരണേ ഭഗവാനെ. മോദശ്ചമേ, വെറുതെ എന്റർടൈൻമെന്റ് തന്നിട്ട് കാര്യമില്ല, അതിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടണം.
എൻജോയ്മെന്റ് കിട്ടാത്ത എന്ത് പ്രവൃത്തിയാണ് മനുഷ്യനെ സന്തോഷിപ്പിക്കുക? ഒന്നും സന്തോഷിപ്പിക്കില്ല. ഭക്തിയിൽ പോലും എൻജോയ്മെന്റ് കൊണ്ടാണ് മനുഷ്യൻ അതിലിരിക്കുന്നത്. അത് ഉയർന്ന എൻജോയ്മെന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ മോദം തരണേ എന്ന് പറഞ്ഞു. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു സന്തോഷം ഉണ്ടാവണം. സന്തോഷമില്ലാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിരാശാബോധത്തോട് കൂടിയിട്ട് ആരെ സമീപിച്ചാലും നിരാശ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. പ്രത്യേകിച്ച് ഭഗവാനെ. നിരാശാബോധത്തോട് ഭഗവാനെ സമീപിച്ചോ ഭഗവാന്റെ നിന്ന് തിരിച്ചും നിരാശ മാത്രമേ വരൂ. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാണ്ട സന്തോഷത്തോട് സമീപിച്ചു നോക്കൂ, അദ്ദേഹം എന്തെന്തൊക്കെ തരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അവനവനെ തന്നെ എടുത്തു തരണമാണ്. ജാതം ചമേ, ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നെ തരണേ, എനിക്ക് തരണേ. അതായത് അവരുടെ ആയുസ് എടുക്കരുതേ. ജനിഷ്യമാണം ജമേ, ജനിച്ച കുട്ടികളെ മാത്രമല്ല, ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളെയും, തലമുറകളുടെ. കാരണം ആ കാലത്തൊക്കെ ഈ പ്രാർത്ഥനകളൊക്കെ ഒരുപക്ഷെ മനുഷ്യവംശത്തിന് കിട്ടിയ കാലത്തൊക്കെ ഒരുപാട് കുട്ടികൾ മരിച്ചു പോകുന്നുണ്ടാവാം, പ്രസവത്തിലും പിന്നീട് രോഗം വന്നിട്ടുമൊക്കെ. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ പ്രാർത്ഥനകൾ അതിൽ വരുന്നത്. ഇന്നും വളരെ പ്രസക്തമാണ് ഈ പ്രാർത്ഥനകൾ. സൂക്തം ജമേ സുഹൃതം ജമേ. സൂക്തം ച ഋഗ്വേദ മന്ത്രങ്ങൾ, ഋക്കുകളുടെ മന്ത്രങ്ങളുടെ കൂട്ടത്തിനാണ് സൂക്തം എന്ന് പറയുക. ഇപ്പൊ ഭാഗ്യസൂക്തം, പ്രാതരഗ്നിം പ്രാതരേന്ദ്രം ഭാവഹേ പ്രാതരമിത്ര വരുണ പ്രാതരശ്വിന, അങ്ങനെ അത്. അല്ലെങ്കിൽ ഹിരണ്യവർണാം ഹിരണീം സുവർണ രജത സ്രജാം ചന്ദ്രാം ഹിരണ്മീം ലക്ഷ്മീം ജാതവേദോ മാവഹ ശ്രീ സൂക്തം. അതല്ലെങ്കിൽ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദ് പുരുഷ സൂക്തം. അങ്ങനെ എത്രയോ സൂക്തങ്ങൾ. ഓം ഇമാം ഘനാമോഷി ബീരുദം ബലവത്താം ദേവി സൂക്തം. അഹോം അഹം രുദ്രേവർ തുടങ്ങുന്ന ദേവി സൂക്തം. ഓം ജാതവേദസേനോമ സോമാവർ തുടങ്ങുന്ന ദുർഗയുടെ സൂക്തം. ഓം കേശിയും കേശിയഗ്ന കേശിയും വിഷം കേശിയും തുടങ്ങുന്ന കാളിയുടെ സൂക്തം. അങ്ങനെ അനേക സൂക്തങ്ങൾ. അതൊക്കെ മന്ത്രങ്ങളുടെ കൂട്ടങ്ങളാണ്. ഓം സദസസ്പതി അദ്ഭുതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന മേധാസൂക്തം. അല്ലെങ്കിൽ പാവകാന സരസ്വതി വാജേവർ വാജിനി പറഞ്ഞ് തുടങ്ങുന്ന സരസ്വതിയുടെ സൂക്തം. അങ്ങനെ അനേകം സൂക്തങ്ങളെയാണ് ഇവിടെ സൂക്തം. ഇങ്ങനത്തെ സൂക്തങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണേ. സുഹൃതം തരണേന്ന. സുഹൃതം ചമേ, ഈ സൂക്തങ്ങൾ ചെല്ലിയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന സുഹൃതം, നല്ലത് ചെയ്തതിന്റെ ഫലമാണ് സുഹൃതം, അത് തരണേ. വിത്തം ചമേ, കിട്ടിയ ധനമാണ്. നമുക്ക് ലഭിക്കപ്പെട്ട ധനത്തിനെയാണ് വിത്തം എന്ന് പറയാം. നമ്മൾ സാധാരണ വിത്തത്തിനെ ധനത്തിന്റെ ഡയറക്റ്റ് പര്യായമായിട്ട് പറയുമെങ്കിൽ ശരിക്കും വിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നു ചേർന്ന ധനത്തിനെ വിത്തെന്ന് പറയാൻ പാടില്ല. വേദ്യം ചമേ, കിട്ടാനുള്ള ധനം. കയ്യിൽ വന്ന പൈസയാണ് വിത്തം, കിട്ടാനുള്ള പൈസയാണ് വേദ്യം. ഇത് രണ്ടും തരണേ എന്നാ പറഞ്ഞു. വിത്തം ചമേ വേദ്യം ചമേ. ഭൂതം ചമേ ഭവിഷ്യച്ചമേ. നോക്കൂ, വിത്തം ചമേ വേദ്യം ചമേ ഒന്ന് ആലോചിച്ച് നോക്കൂ. സംസ്കൃതം എത്രമാത്രം പുഷ്ടിയുള്ളൊരു ഭാഷയാണ്. എന്തിനാ അതിൽ വാക്കുകളില്ലാത്തത്? എന്തിനാണ് വാക്കുകൾ ഇല്ലാത്തതെന്ന് വേണം ചോദിക്കാൻ. എല്ലാറ്റിനും വാക്കുണ്ട്. മനസ്സിലുള്ള എന്തിനേയും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഭാഷയാവുമ്പോഴാണ് അത് മാതൃഭാഷ എന്ന് യഥാർത്ഥം പറയുന്നത്. അല്ലാണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഭാഷ എന്നുള്ള അർത്ഥമല്ല ശരിക്കും. എല്ലാറ്റിൻ്റെയും അമ്മയാവുന്ന ഭാഷ അതാണ്. എനിവേ, ഇതിലേക്ക് തിരിച്ചു വരാം. ഭൂതം ചമേ ഭവിഷ്യച്ചമേ. പിതൃസ്വത്തായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മാതൃസ്വത്തായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ, പാരമ്പര്യമായിട്ട് നമുക്ക് സ്വത്തായി കിട്ടിയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതാണ് ഭൂതം എന്ന വാക്കുകൊണ്ടുകൂടെ പറഞ്ഞു. അതൊക്കെ എനിക്ക് തന്നെ വന്നു ചേർന്നു. ഭവിഷ്യച്ചമേ, ഇനി സമ്പാദിച്ച് ഞാൻ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുമൊക്കെ എനിക്ക് തന്നെ കിട്ടണം. ഒന്ന് പാരമ്പര്യമായിട്ട് പൈതൃകമായിട്ട് എനിക്ക് കിട്ടിയതൊക്കെ എനിക്ക് തന്നെ വന്നു ചേരണം. അതിൽ ഒരു ലോഭവും വരരുത്. ഇനി ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ട്, അതും എനിക്ക് തന്നെ തരണം. നോക്കൂ, ഇതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കുന്നില്ല. ഭഗവാനോട്, സ്വന്തം അച്ഛനോടാ ചോദിക്കുന്നു. എന്തിനാ നാണം കടണ്ട്? ആരോടാ നമ്മൾ ഈഗോ കാണിക്കുന്നത്? യഥാർത്ഥ സ്നേഹമുള്ളവിടെ ഈഗോ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ചോദിക്കും, കലഹിക്കാനുള്ളത് കലഹിക്കും, എതിർക്കാനുള്ളത് എതിർക്കും. പക്ഷെ സ്നേഹം മാത്രം അവശേഷിക്കും. ആ സ്നേഹത്തിന് ഒരു രൂപഭാവങ്ങളും മാറ്റങ്ങളും ഒന്നും വരില്ല. അപ്പൊ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സ്നേഹം ഏതാ? ഭക്തിയാണ്. അവിടെയും അങ്ങനെ ഒരു മാറ്റവും വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം. ഭഗവാനായിട്ട് ഡിസഗ്രി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസഗ്രി ചെയ്യാം, കലഹിക്കണമെങ്കിൽ കലഹിക്കാം. പക്ഷെ ഭക്തിക്ക് മാറ്റം വരുന്നു.
സ്നേഹമുള്ളത് കൊണ്ടാണ് പരിഭവവും വെറുപ്പും വരുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസം ഗുരുവായൂര് വടക്കുവശത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരനുഭവം ഉണ്ടായി. ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ അമ്മ കരഞ്ഞു കുറെ. അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ ഭഗവാനെ കളഞ്ഞിട്ട് കുറെ കാലം ജീവിച്ചു, ഭാഗവതം ഞാൻ വലിച്ചെറിഞ്ഞു, എന്നോട് പൊറുക്കണേ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞിട്ട് തലയുടെ ശിരസിന്റെ മുകളിൽ 2 കൈയും കൂപ്പി പിടിച്ചിട്ട് അശ്രുക്കൾ ധാരധാരയായിട്ട് ഒഴുക്കിയിട്ടവര് നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് പറയുമ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, ഭഗവാനെ എത്ര വലിയ ഭക്തിയായി അമ്മയ്ക്ക്, എത്ര വലിയ ഭക്തിയാണ്. ഇങ്ങനത്തെ ഭക്തിയുടെ കോടിക്കോടിയിലൊരു അംശം, അങ്ങയോട് കലഹിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, അങ്ങയുടെ ഭാഗവത ഗ്രന്ഥം എടുത്തിട്ട് വലിച്ചെറിയാനുള്ളൊരു സ്വാതന്ത്ര്യം. ഗുരുവായൂരപ്പ അങ്ങ് എത്ര ഉയർന്നിട്ടുള്ള ഒരു അവസ്ഥയെ ഈ അമ്മയ്ക്ക് കൊടുത്തിരിക്കണം. എത്ര അനുഗ്രഹീതയാണ് അവര്. സുഖം ജമേ, സുഗമമായിട്ട് നമുക്ക് ചെല്ലാവുന്ന സ്ഥലങ്ങൾ നമുക്ക് തരണേ. നമ്മൾ പറയില്ലേ, ഏത് നേരത്ത് പണിയും കയറി ചെല്ലാവുന്ന ഒരു വീടാണ് നമ്മുടെ അത്, അത്ര നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നത്. ഏത് പാതിരാത്രിക്ക് ആ വീട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. നമുക്കൊരു പാത്രം കഞ്ഞി അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ കിടന്നുറങ്ങാനൊരു സ്ഥലം ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. അപ്പോൾ സുഗമമായിട്ട് കയറി ചെല്ലാവുന്ന സ്ഥലങ്ങൾ, ബന്ധുക്കളുള്ള വീടുകൾ, അല്ലെങ്കിൽ ഗ്രാമങ്ങൾ, സുഹൃത്തുക്കളുള്ള വീടുകൾ, ഗ്രാമങ്ങൾ, ഇങ്ങനത്തതൊക്കെ എനിക്ക് തരണേ. സുഭതം ജമേ, നല്ല വഴികൾ തരണേ ഭഗവാനെ. കള്ളന്മാരും കൊള്ളക്കാരും ദുഷ്ടന്മാരും ചതിയന്മാരും ഒന്നും ഇല്ലാത്ത വഴികൾ തരണേ. ജീവിതത്തിന്റെ വഴികൾ തന്നെ അങ്ങനെ തരണം എന്നാ പ്രാർത്ഥിക്കണം. കാരണം നമ്മളൊന്നും വിചാരിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മഹാഭാവികളും കള്ളന്മാരും ചതിയന്മാരും വന്നിട്ട് നമ്മളെ ചൂഷണം ചെയ്ത് കടന്നു പോകുന്നു. നമ്മുടെ എന്തോ ഒരു കർമ്മഫലം കൊണ്ട് സംഭവിക്കണം. അപ്പൊ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ ജീവിതത്തിന്റെ ഈ വഴിയിൽ ഇത്രയും കാലം പല കള്ളന്മാരും കൊള്ളക്കാരും ചതിയന്മാരും വഞ്ചകരും ഒക്കെ വന്നു, പറഞ്ഞു പറ്റിക്കുന്നവരും കാര്യസാധ്യത്തിന് വന്നിട്ട് കുറച്ചു കാലം നമ്മളെ ഉപയോഗിച്ച് കളഞ്ഞിട്ട് പോണവരും ഒക്കെ വന്നു. ഇനിയെങ്കിലും ഈ വഴി സുഗമമാക്കി തരണേ, സുഭദം തരണേ ഭഗവാനെ. ഋദ്ധം ജമ ഋദ്ധിശ്ചമേ, ക്ലിപ്തം ജമേ ക്ലപ്തിശ്ചമേ, മതിശ്ചമേ സുമതിശ്ചമേ. ഋദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച ധനം, അല്ലെങ്കിൽ കർമ്മഫലം എന്ന് എടുക്കാം. നമ്മുടെ കർമ്മത്തിന്റെ ഫലം, അത് നല്ല കർമ്മത്തിന്റെ ഫലം. അപ്പൊ നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഋദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഋദ്ധം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത്, വർദ്ധിച്ച ധനം അഥവാ കർമ്മഫലം എന്നൊക്കെ അർത്ഥം. ഇനി ഋദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പോകുന്ന കർമ്മത്തിന്റെ ഫലം. ഋദ്ധം ചെയ്ത് കഴിഞ്ഞ കർമ്മത്തിന്റെ ഫലമാണ്. സൽക്കർമ്മമാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ധനം, അത് സമൃദ്ധിയോ ഐശ്വര്യമോ സംതൃപ്തിയോ എന്ത് വേണമെങ്കിൽ പിടിച്ചോളൂ. പണം എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കണം. ധനം എന്ന വാക്കിനർത്ഥം പോഷിപ്പിക്കപ്പെട്ട, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഐശ്വര്യ സ്വരൂപം എന്നേ അർത്ഥമുള്ളൂ ആ വാക്കിന് ശരിക്കും. അപ്പൊ ഋദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ കർമ്മത്തിന്റെ ഫലം. ഋദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ ഫലം. അത് രണ്ടും തരണം എന്നാ ഭഗവാനോട് പറയും. ക്ലിപ്തം ക്ലിപ്തം ജമേ, സമർത്ഥ്യം, സമർത്ഥമായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തരണം. അതായത് എനിക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് തരണം. എനിക്ക് ആവശ്യമുള്ള ധനം എന്നുള്ള അർത്ഥം കൊടുക്കുക അവിടെ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരണേ ഭഗവാൻ. റിസോഴ്സുകൾ, എനിക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ തരണം, വിഭവങ്ങളൊക്കെ തരണം. ക്ലപ്തിശ്ചമേ, അത് കിട്ടാനുള്ള സാമർഥ്യവും തരണം. സമർത്ഥമായിട്ടുള്ളതൊക്കെ തരണം. സമർത്ഥം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ശരിക്കും എനിക്ക് ആവശ്യമുള്ള അർത്ഥം, പണം അല്ല ധനം, റിസോഴ്സ്, ഇതൊക്കെയാണ് അർത്ഥം ശരിക്കും. അത് ഉണ്ടാക്കാനുള്ള കഴിവാണ് സാമർഥ്യം. അർത്ഥം എത്ര വളരെയുണ്ടായാലും എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ നമ്മൾ? മതി, മതിശ്ചമേ. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധി, വിവേചന ബുദ്ധി, തെറ്റും ശരിയും തിരിച്ചറിയാൻ, ആൾക്കാരെ തിരിച്ചറിയാൻ, വസ്തുക്കളെ തിരിച്ചറിയാൻ, നേരിന്റെ വഴി മനസ്സിലാക്കാൻ, അതിനൊക്കെയുള്ള തിരിച്ചറിവാണ്. സുമതി, സുമതിശ്ചമേ, വെറും മതിശ്ചമേ, തിരിച്ചറിവ് മാത്രമല്ല വേണ്ടത്. സുമതിശ്ചമേ, നല്ല തിരിച്ചറിവ്.
ദുർഘടമായിട്ടുള്ള വളരെ അപകടം പിടിച്ചിട്ട് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് വരും ദിവസം ജീവിതത്തിൽ. ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഭഗവാന്റെ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട് ആധ്യാത്മികതയുടെ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ. ലൗകികതയിലല്ല പറയുന്നത്, ആധ്യാത്മികതയുടെ പാതയിൽ ഇറങ്ങുമ്പോൾ ഭഗവാൻ ഇട്ട് നമ്മളെ ഒരകല്ലിട്ട് അങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരു വഴിയാക്കും. നല്ല തിരിച്ചറിവ്, ദുർഘടമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക. അതാണ് സുമതിശ്ചമേ. ഇനി മൂന്നാമത്തെ അനുവാദം. ഈ അനുവാദമാണ് ശ്രീരുദ്രൻ ജപിക്കാൻ തുടങ്ങുമ്പോൾ ചെല്ലുന്ന അനുവാദം. എന്നിട്ടാണ് നമസ്തേ രുദ്രമന്യമേ തൊട്ടിട്ട് ചെല്ലുക ഞാൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു അനുവാദമാണ്. ശംചമേ മയശ്ചമേ പ്രിയം ചമേനു കാമശ്ചമേ കാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രം ചമേ ശ്രേയശ്ചമേ പശ്യശ്ചമേ യശശ്ചമേ ഭഗശ്ചമേ ദ്രവിണം ചമേ യന്താചമേ ധർത്താചമേ ക്ഷേമശ്ചമേ ധൃതിശ്ചമേ വിശ്വം ചമേ മഹശ്ചമേ സംവിച്ചമേ ജ്ഞാത്രം ചമേ. ഇങ്ങനെ പോകും. അപ്പൊ ശം ചമേ, ശം അത് ഉണ്ടാക്കണവനാണ് ശിവൻ. അത് ഭൂ ഉണ്ടാക്കി ജനിപ്പിക്കുന്നവൻ ശംഭു. അത് ചെയ്തു തരുന്നവൻ ശംകരൻ. ശംകരൻ. അപ്പൊ ശം ചൻ ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖം. ഈ ഇഹലോകത്ത് കിട്ടാവുന്ന സുഖങ്ങളാണ് ശം. മയ ശബ്ദം കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത്, പരലോകം മരിച്ചിട്ട് പോണ ലോകമല്ല, മോക്ഷാവസ്ഥ, അത് തരുന്നതാണ് മയ. അതിന്റെ ഇടയിൽ, ആ കിട്ടുന്നതിന്റെ ഇടയിൽ നമുക്ക് ഇടയിൽ തടസ്സമായി നിൽക്കുന്ന വസ്തുവാണ് മായ. അപ്പൊ ശമും വേണം മയവും വേണം ആണ് പറഞ്ഞത്. ശം ചമേ മയശ്ചമേ പ്രിയം ചമേ, സന്തോഷങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ തരണേ. അനുകാമശ്ചമേ, ആഗ്രഹിക്കുന്ന വസ്തു, ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന വസ്തു, ലൗകികമായിട്ടുള്ള വസ്തുക്കളൊക്കെ തരണേന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാനോട്. നേരെ കയറിയിട്ട് മോക്ഷമല്ല ചോദിക്കും, ലൗകികമായിട്ടുള്ള വസ്തു. ഇതിൽ നാണക്കേട് കാണാത്ത, ഇതിനെ മോശമെന്ന് പറയാത്ത ഒരുത്തിന് മാത്രമേ, മായയെ തള്ളിപ്പറയാത്ത ഒരുത്തിന് മാത്രമേ മായയെ കടന്ന് അപ്പുറത്ത് കടക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്നവനെ രക്ഷപ്പെടും. മായയെ നിരാകരിച്ചുകൊണ്ട്, പ്രകൃതിയെ നിരാകരിച്ചുകൊണ്ട്, അതായത് അമ്മയെ നിരാകരിച്ചുകൊണ്ട് അച്ഛനെ കിട്ടില്ല. മഹാലക്ഷ്മിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് നാരായണനെ കിട്ടില്ല. ഉമയെ തള്ളി പറഞ്ഞുകൊണ്ട് മഹാദേവനെ കിട്ടില്ല. ബ്രഹ്മത്തെ കിട്ടണമെങ്കിൽ മായയെ അംഗീകരിച്ചേ പറ്റൂ. മായയെ അംഗീകരിച്ചാൽ മാത്രമേ മായ മാറിത്തരൂ. അതുകൊണ്ടാണ് മായയെ കൊടുക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്ന വസ്തുക്കളെ ഭഗവാന്റെ നിന്ന് വാങ്ങിയത് ഭഗവാൻ തന്നെ സമർപ്പിക്കുന്നത്. ഭഗവാന്റെ അനുവാദത്തോട് കൂടിയിട്ട് ഭഗവാന്റെ നിന്ന് വാങ്ങുക മാത്രമല്ല, അത് ഉപയോഗിക്കാനും ഭഗവാന്റെ അനുവാദം വാങ്ങി അത് ഭഗവാനായിട്ട് സമർപ്പിച്ച് അതിന്റെ ഫലവും ഭഗവാന് സമർപ്പിച്ച് ഭഗവാനിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്ന ജീവൻ. കാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രം ചമേ ശ്രേയശ്ചമേ. കാമച്ച സ്വർഗം തുടങ്ങിയിട്ടുള്ള സകല മരണശേഷം കിട്ടേണ്ട സുഖങ്ങൾ ഇവിടെ കാമശബ്ദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നു. സൗമനസശ്ചമേ, നല്ല മനസ്സുള്ളവര്, നമ്മളുടെ മനസ്സുള്ളവര് നമുക്കും നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ സഹവാസം. ഭദ്രം ചമേ, ഈ ലോകത്ത്, നമ്മൾ ഇരിക്കുന്ന ലോകത്ത്, ഭ എന്ന് പറഞ്ഞ ഭ ശബ്ദം ഭയം, അതിനെ ദ്രവിപ്പിക്കുന്നത് ഭദ്രം. അതുകൊണ്ടാണ് ഭദ്രകാളി. മനസ്സിലുള്ള ഭയത്തിനെ ദ്രവിപ്പിച്ച് ഉരുക്കി ഇല്ലാണ്ടാക്കി കളയണ കാലസ്വരൂപിണിയായിട്ടുള്ള സ്ത്രീ ഭദ്രകാളി. വീരത, തന്റെ വീരത കൊണ്ട് ഭയത്തിനെ ദ്രവിപ്പിച്ച് കളയണവൻ വീരഭദ്രൻ. അപ്പൊ ഭദ്രം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് സ്വാസ്ഥ്യം, സന്തോഷം, അഭയാവസ്ഥ, ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തരുന്ന വിധത്തിൽ ഭയത്തിനെ ദ്രവിപ്പിക്കുന്നു ആരോ. അത് കല്യാണം എന്ന് നമ്മൾ പറയണത് ശരിക്കാണ്. കല്യാണച്ച വിവാഹമല്ല. കല്യാണാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭദ്രാവസ്ഥയാണ്. ഭയം ദ്രവിച്ച് ഉരുകി ഇല്ലാണ്ടാണ് അവസ്ഥ, സന്തോഷം മാത്രമേ ഉള്ളൂ. ശ്രേയ, പരലോകഹിതത്തിനാണ് ശ്രേയ എന്ന് പറയുന്നത്. ശ്രേയശ്ചമേ, മറ്റൊരു ലോകത്തേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടേണ്ട സന്തോഷം, അത് ശ്രേയസ്. അങ്ങനെയാണ് ഇവിടെ ശ്രേയസിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ഭൗതികമായിട്ടുള്ള അർത്ഥത്തിൽ ആഗ്രഹിച്ചതൊക്കെ തരണേന്നും അത്
കിട്ടുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരാവണ്ണം ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് തരണേന്നും ആ മനസ്സിൽ ഭയത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാണ്ടിരിക്കണേന്നും സർവോപരി നല്ല ശ്രേയസ് തരണേന്നും അങ്ങനെയും അർത്ഥമുള്ളൂ. വസ്യശ്ചമേ യശശ്ചമേ ഭഗശ്ചമേ ദ്രവിണം ചമേ വസ്യശ്ചമേ പറഞ്ഞ താമസിക്കാനുള്ള സ്ഥലം തരണേ, വീട് മുതലായിട്ടുള്ളത് തരണേ. യശശ്ചമേ വീണ്ടും പറഞ്ഞു, യശസ് കീർത്തി അത് തരണേ എന്നാണ് ഇവിടെ യശസ്. ഭഗശ്ചമേ ഭഗച്ച ഭാഗ്യത്തിന്റെ മൂലരൂപമാണ് ഭഗം. സൗഭാഗ്യാവസ്ഥ, രണ്ടു തരം അവസ്ഥയുണ്ട്, ഭാഗ്യവും സൗഭാഗ്യവും. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരമാണ്, ഭാഗ്യം ബാക്കിയെല്ലാം, രണ്ട് വ്യത്യാസമുണ്ട് അതിന്റെ ഫലസിദ്ധി. ഭഗവാനെ കിട്ടുന്നതാണ് സൗഭാഗ്യം, ബാക്കിയൊക്കെ ഭാഗ്യങ്ങൾ. ദ്രവിണം ചമേ, ദ്രവിണം ചാൽ സമ്പത്ത് ധനം, അത് തരണേ. വേദത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദ്രവിണം. എന്താചമേ ധർത്താചമേ ക്ഷേമശ്ചമേ ധൃതിശ്ചമേ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും നിയന്ത്രിക്കുന്നവര്, ആചാര്യൻ ഗുരുനാഥൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. എന്താചമേ ആചാര്യന്മാരെ തരണേ. ധർത്താചമേ വളർത്തുന്ന ആൾക്കാരാണ് ധർത്താക്കള്, അച്ഛൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ധർത്താക്കള്, അവരെ തരണേ. അച്ഛൻ അമ്മ ഒക്കെ, അല്ലെങ്കിൽ രാജാവ്, ഗോഡ് ഫാദർ, മേലധികാരി. മേലധികാരി കുറച്ച് എന്തായാലും പെടാം, എന്താചമേ എന്നുള്ളതിലും പെടാം, അവരെയൊക്കെ തരണം. ക്ഷേമശ്ചമേ, ക്ഷേമം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഉള്ള ധനത്തിനെ രക്ഷിക്കാനുള്ള ശക്തി. ധൃതിശ്ചമേ, ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം. എന്ത് ധൈര്യം അഥവാ ധൃതി? വലിയൊരു അപകടം വന്നു, മനസ്സ് ഇളകാതെ നിർത്തുക, അതാണ് ധൃതി. വേർതിരിച്ച് ശരാശരികൾ വേർതിരിച്ചറിയിക്കാനുള്ള മതിയും വേണം, ആപത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ പരിഭ്രമിക്കാണ്ടിരിക്കാനുള്ള ധൃതിയും വേണം. അല്ലാണ്ട് ധൃതി കൂട്ടുക എന്ന് പറഞ്ഞ അർത്ഥത്തിലുള്ള വേം അതല്ല. ധൃതി എന്നുള്ളത് ധൈര്യം, ആപത്ത് കാലത്ത് മനസ്സളകാണ്ട് നിർത്തുക. വിശ്വം ചമേ മഹശ്ചമേ സംവിച്ചമേ ജ്ഞാത്രം ചമേ. വിശ്വം എന്നുള്ളത് ഇവിടെ വാക്ക് സർവ്വജനങ്ങളുടെ ആനുകൂല്യം തരണേ എന്നാണ്. എല്ലാ ആൾക്കാരും എനിക്ക് അനുകൂലിച്ച് നിൽക്കണം, സമസ്ത പ്രപഞ്ചവും എനിക്ക് അനുകൂലിച്ച് നിൽക്കണം. വിഷ്ണു സഹസ്രനാമത്തിൽ ഒന്നാമത്തെ നാമം കൂടിയാണല്ലേ ഓം വിശ്വം. ഓം വിശ്വം വിഷ്ണു വഷത്കാരം. മഹശ്ചമേ, മഹ എന്ന് പറഞ്ഞാൽ പൂജ, ആരാധിക്കുക, ആ ആരാധന തരണേ. സംവിച്ചമേ, സംവിത്ത് എന്ന് പറഞ്ഞാൽ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ശ്രുതി സ്മൃതികളിലും ഒക്കെ ഉള്ള അറിവാണ്, വിജ്ഞാനമാണ്, അതാണ് സംവിത്ത്. ആ സംവിത്ത് തരണം, അറിവ് തരണം. ജ്ഞാത്രം ചമേ, അറിഞ്ഞാൽ മാത്രം പോരാ, മറ്റുള്ളവരെ അത് അറിയിക്കാനുള്ള കഴിവും കൂടെ തരണം, എന്നാലേ അത് പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനൊക്കെ പറ്റും, അതും തരണേ. സൂശ്ചമേ പ്രസൂശ്ചമേ സീരം ചമേ ലയശ്ചമേ. സൂശ്ചമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാനും അവരെ പറഞ്ഞത് അനുസരിപ്പിക്കാനുള്ള കഴിവ് തരണേന്ന്. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ടഫ് ടാസ്ക്കാണ് പാരൻസിന്, അച്ഛനമ്മമാർക്ക് മക്കൾ പറഞ്ഞത് അനുസരിപ്പിക്കുക എന്നുള്ളത്. അവരെ പ്രേരിപ്പിച്ചിട്ട് വേണം അനുസരിപ്പിക്കാൻ, നല്ല രീതിയിൽ പ്രേരിപ്പിക്കണം, അവരെ ഉള്ളിൽ തോന്നിപ്പിക്കണം അല്ലേ. അപ്പൊ മക്കളെ പ്രേരിപ്പിക്കാനുള്ള കഴിവിനാണ് സൂശ്ചമേ. പുത്രൻ പുത്രി തുടങ്ങിയവരെ പ്രേരിപ്പിക്കാനുള്ള കഴിവ് സൂശ്ചമേ. പ്രസൂശ്ചമേ, ജോലിക്കാരെയൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള, ഭൃത്യന്മാരെ, സേവകന്മാരെ, ദാസന്മാരെയൊക്കെ അവരെ പ്രേരിപ്പിക്കാനും നിയന്ത്രിക്കാനുള്ള കഴിവാണ് പ്രസൂശ്ചമേ. സീരം ചമേ, കൃഷി ഉപകരണങ്ങളാണ് സീരം. സീരച്ച കലപ്പ, കലപ്പയിൽ ബലരാമസ്വാമിയുടെ കലപ്പ, ആ കലപ്പ ഉഴാൻ, നമ്മൾ പാട ഉഴാൻ ഉപയോഗിക്കുന്ന കലപ്പ, അത് തരണേന്നാണ്. ലയശ്ചമേ, സീരത്തിന്റെ ചാല് കീറുന്നതിന്റെ ഉപയോഗിക്കുന്ന ഉപകരണവും തരണം, അതിനുണ്ടാവുന്ന പ്രതിബന്ധങ്ങളിൽ നീക്കി തരണം എന്നാ പറഞ്ഞത്. ലയം എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം പ്രതിബന്ധം മാറ്റി തരിക എന്നുള്ള. അത് കഴിഞ്ഞ് പറഞ്ഞു ഋതം ചമേ അമൃതം ചമേ അയക്ഷ്മം ചമേനാമയച്ചമേ. ഋതം എന്ന് പറഞ്ഞാൽ യജ്ഞം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ, ഋതം
പ്രപഞ്ചത്തിന്റെ താളം. അത് നിലനിർത്തുന്നത് ഋതമാണ്. യജ്ഞം തുടങ്ങിയിട്ടില്ല. മനുഷ്യൻ യജ്ഞങ്ങൾ ചെയ്തിട്ടാണ് പ്രപഞ്ച താളം നിലനിർത്തേണ്ടത്, ധർമ്മം നിലനിർത്തേണ്ടത്. ഋതം തരണേ, അമൃതം തരണേ. അതിന്റെ ഫലം, ആ യജ്ഞങ്ങൾ കൊണ്ട് ഋതം കൊണ്ട് കിട്ടുന്ന ഫലങ്ങളാണ് അമൃതം. അതും തരണേ. അയക്ഷ്മം ജമേ. യക്ഷ്മ, രാജയക്ഷ്മ എന്നൊക്കെ പറഞ്ഞ ക്ഷയരോഗത്തിന്റെ ഉയർന്ന അവസ്ഥയാണ്. വലിയ വലിയ രോഗങ്ങളൊക്കെ നിവാരണം ചെയ്ത് തരണേ, അങ്ങനെ അർത്ഥത്തിലെടുത്താൽ മതി. അയക്ഷ്മം, ക്ഷയരോഗം ഇല്ലാത്ത അവസ്ഥ. അനാമയം ജമേ. അനാമയം വെച്ചാൽ പനിയൊക്കെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കുട്ടി കുട്ടി രോഗങ്ങൾ, അതിൻ്റെയൊക്കെ നിവാരണം ചെയ്തു തരണേ. അതാണ് അയക്ഷ്മം ചമേ അനാമയച്ചമേ എന്ന് പറയും. ജീവാദുശ്ചമേ ദീർഘായുത്വം ചമേ അനമിത്രം ചമേ അഭയം ചമേ. ജീവാദുശ്ചമേ എന്ന് പറഞ്ഞാൽ ജീവനെ തരുന്നതിനൊക്കെ നൽകണേ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? അസുഖങ്ങളെ മാറ്റുന്ന ഔഷധങ്ങൾ തരണേ ഭഗവാനെ. അതാണല്ലോ നമുക്ക് ജീവനെ തിരിച്ചു തരുന്നത്. അപ്പൊ ജീവാദുശ്ചമേ ദീർഘായുത്വം ചമേ, ദീർഘായുസ് തരണം, അപമൃത്യു ഇല്ലാത്ത അവസ്ഥ തരണം. അതാണ് ദീർഘായുസ്. അപമൃത്യു, അകാല മൃത്യു, അനവസരത്തിലുള്ള മൃത്യു, ഇതില്ലാത്ത അവസ്ഥ, അതാണ് ദീർഘായുസ്. കുറെ കാലം ജീവിച്ചിരിക്കുക എന്നിട്ട് വണ്ടി ഇടിച്ച് മരിക്കുക, അതല്ല. എത്ര കാലം ജീവിച്ചിരിക്കണേ അപമൃത്യു ഇല്ലാത്ത അവസ്ഥയാണ് ദീർഘായുത്വം ചമേ എന്നുള്ളതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അനമിത്രം ചമേ, ശത്രുക്കൾ ഇല്ലാത്ത അവസ്ഥ, ആർക്കും എന്നോട് ശത്രുത ഉണ്ടാവില്ല. അഭയം ചമേ, ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തരണേ ഭഗവാനെ. സുഖം, സുഖമല്ല, നഖത്തിന്റെ ഖായല്ല, ഗം, ഗമനം, ഗംഗ എന്നുള്ള. സുഖം ചമേ ശയനം ചമേ സൂഷാചമേ സുദിനം ചമേ. സുഖം എന്ന് പറഞ്ഞാൽ സുഗമമായിട്ട്, സുഖം, എളുപ്പത്തിൽ സഞ്ചരിക്കുന്ന, എല്ലാവരും എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളും ആചരിക്കുകയും ചെയ്യുന്ന ആചാരങ്ങൾ എന്നുള്ളൊരർത്ഥവും അറിഞ്ഞ് അത് തരണേ. എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സാധിക്കണേ, അതിന്റെ സഞ്ചാര സാമർഥ്യം തരണേ എന്ന് അർത്ഥം. ശയനം ചമേ, ഉറങ്ങാനായിട്ടുള്ള ഉപകരണങ്ങൾ, കട്ടില് കിടക്കാൻ തുടങ്ങിയിട്ടുള്ള അതൊക്കെ തരണം. സൂഷാചമേ, സൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് പുലർകാലത്ത് ഉഷസ് എന്ന് പറയുന്ന സമയം. ആ ഉഷസ്സിന്റെ നല്ല സമയത്തെ തരണേ. ആ സമയത്ത് നല്ല കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമുക്ക് മനഃപ്രസാദം ഉണ്ടാക്കാൻ പറ്റും. ജപം, ധ്യാനം, ക്ഷേത്ര ദർശനം ഒക്കെ ചെയ്തിട്ട്. സുദിനം ചമേ, നല്ലൊരു ദിവസം തരണേ ഭഗവാനെ. അത് വെറുതെ ആവരുത്, അതിനും വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ. എന്താണ് ഒരു നല്ല ദിവസം? ഒരു യജ്ഞം ചെയ്യാൻ സാധിച്ചാൽ, ഒരാൾക്ക് ദാനം ചെയ്യാൻ സാധിച്ചാൽ, ഒരു ശാസ്ത്രഗ്രന്ഥോ വേദോ ഒരു പുണ്യഗ്രന്ഥോ വായിച്ച് പഠിക്കാൻ, അധ്യയനം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് സുദിനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അടിച്ചു പൊളിച്ചൊരു ദിവസമല്ല, കുറെ പൈസ കൊണ്ട് ലാഭം ഉണ്ടാക്കിയ ദിവസമല്ല സുദിനം. സുദിനം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു യജ്ഞം ചെയ്യാൻ സാധിക്കുക, ഈശ്വരപ്രീതികരായിട്ട്. അത് ഹോമം എന്നുള്ള അർത്ഥം മാത്രമല്ല, ഒരു സൽക്കർമ്മത്തിൽ പങ്കാളിയാവാൻ സാധിക്കുക, ദാനങ്ങൾ ചെയ്യാൻ സാധിക്കുക, അധ്യയനം പഠിക്കാൻ സാധിക്കുക. ഇതൊക്കെയാണ് സുദിനം ആവുന്നത്, ഒരു ദിവസത്തെ നന്നാക്കുന്നത്. അത് കഴിഞ്ഞാൽ നാലാമത്തെ അനുവാദം ഊർച്ചമേ സുനൃതാചമേ പയശ്ചമേ രസശ്ചമേ. ഊർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഭക്ഷണം, അന്നം. സുനൃത, പ്രിയമായിട്ട് സംസാരിക്കുക, നല്ല വാക്കുകൾ പറയാം. പയശ്ചമേ, പാല്. രസശ്ചമേ, പാലിന്റെ, ഭക്ഷണത്തിന്റെയും അന്നത്തിന്റെയും നല്ല വാക്കിന്റെയും സത്ത. ഇതൊക്കെ തരണേന്ന്. നല്ല ഭക്ഷണം, നമ്മൾ നോർമലി കഴിക്കണം, നല്ല ഭക്ഷണം തരണം, പാല് തരണം, നല്ല വാക്കുകൾ കേൾക്കാനിടയാവണം. ഇതിൻ്റെയൊക്കെ ആ രസം സ്വീകരിക്കാനും എനിക്ക് സാധിക്കണം, എന്നാലേ എനിക്ക് പോഷണം കിട്ടുള്ളൂ. നല്ല ഭക്ഷണം കൊണ്ടും എൻ്റെ ശരീരം പോഷിക്കപ്പെടും, നല്ല വാക്കിന്റെ രസം കൊണ്ട് എൻ്റെ മനസ്സും പോഷിപ്പിക്കപ്പെടും. അപ്പൊ ഭഗവാൻ ഇതൊക്കെ എനിക്ക് തരണേന്നാണ്. ഹൃദം ജമേ മധുജമേ മധുജമേ സദ്ദിശ്ചമേ സവീതിശ്ചമേ. ഹൃദം തരണേ, നെയ്യ് തരണേ, മധു തരണേ, തേൻ തരണേ. സദ്ദിശ്ചമേ, സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്സ്, ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ ഇവരുടെ ഒക്കെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണതിനാണ് ഫാമിലി ഡിന്നർ. അതാണ് സദ്ദിശ്ചമേ. അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണേ, അതൊരു സന്തോഷമായിട്ടാണ് കണ്ടിരുന്നത് പണ്ട്. ഇന്നാണ് ആരും ആരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടാത്തത്. സബീതിശ്ചമേ,
ഒന്നിച്ചിരുന്ന് കുടിക്കാൻ സാധിക്കണേ. അത് മദ്യപാനം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. എല്ലാവരും കൂടെ, കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ, ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഒന്നിച്ചിരുന്ന് എന്താ പറയാ, വെള്ളം കുടിക്കും, അന്നപാനാദികൾ കഴിക്കാനുള്ള സാഹചര്യം അത് ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്നാ പറഞ്ഞു. കൃഷിശ്ചമേ വൃഷ്ടിശ്ചമേ ജൈത്രം ചമ ഔദ്ഭ്യം ചമേ. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നമുണ്ടാക്കണ പ്രവൃത്തിയാണ് കൃഷി. അത് ധാരാളം തരണേ, ആ പ്രവൃത്തിയെ പോഷിപ്പിച്ച് തരണേ. അതിനാവശ്യമായിട്ടുള്ള വൃഷ്ടിശ്ചമേ മഴ തരണേ. ജൈത്രം ചമേ നല്ല വിളവ് തരണ ഭൂമി തരണേ. ജൈത്രത്തിന് ജയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭൂമിയാണ്, നല്ല നിലങ്ങൾ, നല്ല പാടങ്ങൾ, നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള പാടങ്ങൾ തരണേ. നമ്മൾ ബാക്കി എന്ത് ടെക്നോളജി ഉണ്ടെങ്കിലും പ്രകൃതി വെച്ച് വളർത്തിയെടുത്ത് ഇങ്ങോട്ട് തരണ കൃഷിക്കാരൻ തരണ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ മുന്നിൽ മറ്റൊന്നും വരില്ല. കാരണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ജീവൻ നിലനിർത്താനുമാണ് ജീവിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി എന്നാവും, മറ്റെല്ലാം പോയാലും ജീവൻ നിലനിർത്തണം. അപ്പൊ അതുണ്ടാക്കി തരുന്ന ആ പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്. കൃഷിശ്ചമേ വൃഷ്ടിശ്ചമേ ജൈത്രം ചമ ഔദ്ഭ്യം ചമേ. ഔദ്ഭ്യം എന്ന് പറഞ്ഞാൽ ഉൽഭിത്തുക്കള്. ഉൽഭിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം, ചെടിയൊക്കെ. അതിന്റെ വളർച്ച, അതിന്റെ ജനനം, വിത്തുകൾ ഇട്ടാൽ അത് നന്നായിട്ട് മുളയ്ക്കുക, അത് നല്ല ആരോഗ്യമുള്ള ചെടികളായിട്ട് വരിക, ഇന്ന് നല്ല വിളവ് കിട്ടുക, അതൊക്കെ ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കുക. അപ്പൊ കൃഷിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, കാർഷികമായിട്ടുള്ള ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞ് രയിശ്ചമേ രായശ്ചമേ പുഷ്ടം ചമേ പുഷ്ടിശ്ചമേ. രയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം, സ്വർണം തരണേ. രായം എന്ന് പറഞ്ഞാൽ രത്നം, അത് തരണേ. പുഷ്ടം എന്ന് പറഞ്ഞ നല്ല സമൃദ്ധി, അത് തരണേ. പുഷ്ടി, ശരീരത്തിന് നല്ല ആരോഗ്യം, നല്ല പുഷ്ടി തരണേ. അപ്പൊ രയി തരണം, സ്വർണം തരണം, രത്നം തരണം, സമൃദ്ധി തരണം, പുഷ്ടിയും തരണം. ഇത് ആദ്യത്തെ മൂന്നും കിട്ടിയിട്ട് തരില്ല, ഇതൊക്കെ അനുഭവിക്കാൻ നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. അതുകൊണ്ട് രയിശ്ചമേ രായശ്ചമേ പുഷ്ടം ചമേ പുഷ്ടിശ്ചമേ. വിഭുജമേ പ്രഭുജമേ ബഹുജമേ ഭൂയശ്ചമേ പൂർണ്ണജമേ പൂർണ്ണതരം ജമേ അക്ഷിതിശ്ചമേ ഭൂയവാശ്ചമേ. വിഭു, പ്രഭു, ബഹു, ഭൂയ, പൂർണ്ണം, പൂർണ്ണതരം, അക്ഷിതി, ഇതൊക്കെ സമൃദ്ധിയുടെ വാചകങ്ങളാണ്, സമൃദ്ധി വാക്കുകളാണ്. വിഭു എന്ന് പറഞ്ഞാൽ വലുത്, പ്രഭു എന്ന് പറഞ്ഞാൽ അതിലും വലുത്. ഏറ്റവും ആദ്യം ഉണ്ടാവുള്ളതെന്ന് അർത്ഥമുണ്ട് പ്രഭുവിന്. കൂയവ എന്നാണ് ലാസ്റ്റ് പറയണത്. അത് ചെറിയ ബാർലി, ചെറിയ ബാർലിയാണ് കൂയവ. കൂ എന്ന് പറഞ്ഞാൽ ചെറുത്, യവ. അപ്പൊ വിഭു, വിഭുത്വം തരണം, പ്രഭുത്വം തരണം, ബഹു ധാരാളം തരണം, ഭൂയശ്ചമേ അത് നന്നായിട്ട് വിളഞ്ഞങ്ങോട് വലുതായി വരണം, പൂർണ്ണത തരണം, ഏറ്റവും പൂർണ്ണമായിട്ടും തരണം എന്നാ. അന്നം ചമേ അക്ഷുശ്ചമേ വ്രീഹയശ്ചമേ യവാശ്ചമേ. വീണ്ടും പറഞ്ഞു അന്നം തരണം എന്ന് പറഞ്ഞു. അക്ഷുത്ത് ആയിട്ടുള്ള അവസ്ഥയാണ് അക്ഷുച്ചമേ. വിശപ്പ് അടക്കി തരണേന്ന്, വിശപ്പിന്റെ പരിഹാരം ഉണ്ടാക്കി തരണേ. വ്രീഹ തരണം, നെല്ല്, യവം ബാർലി, ഇതൊക്കെ തരണം. മാഷാശ്ചമേ, യവം ഗോതമ്പാണെന്നും നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ ബാർലിയാണ് വേദകാലത്ത് കൂടുതൽ കൃഷി ചെയ്തതെന്ന് പറഞ്ഞു. മാഷാശ്ചമേ ഉഴുന്നു തരണേ, തിലാശ്ചമേ എള്ളു തരണേ. ഇതെന്തോ പലചരക്ക് കടയിൽ പോയിട്ട് ചോദിക്കണ മാതിരിയാ, പക്ഷെ ഇതൊക്കെ മന്ത്രത്തിലുണ്ട്. അതിന്റെ അർത്ഥം അത്ര ലളിതമായിട്ട് മനസ്സിൻ്റെ ഉള്ളുന്നാ ചോദിക്കണ ഋഷി. മാഷാശ്ചമേ തിലാശ്ചമേ, മാഷം തരണേ, ഉഴുന്നു തരണേ, തിലം തരണേ, എള്ളു തരണേ. മുദ്ഗാശ്ചമേ, മുദ്ഗാശ്ചം എന്ന് പറഞ്ഞ മുദ്ഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ. ഖല്വാശ്ചമേ വലിയ പയർ, വൻപയർ, നമ്മൾ വെള്ളപ്പയർ അല്ലെങ്കിൽ വൻപയർ എന്ന് പറയും. ഇതൊക്കെ തരണേന്നാ പറഞ്ഞു. ഗോധൂമാശ്ചമേ, ഗോതമ്പ് തരണേ. അപ്പൊ അവിടെ ഗോതമ്പ് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്, വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യവം അവിടെ ബാർലി തന്നെ ഉണ്ട്. മസുരാശ്ചമേ, മസുരം എന്ന് പറഞ്ഞാൽ ചണം, ചണത്തിന്റെ പയർ. പ്രിയങ്കവശ്ചമേ, തിന,
തിനയില്ലേ, സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ ഇഷ്ടമാണ് തിനമാവ്. തേനും തിനമാവും ഭഗവാന് വലിയ ഇഷ്ടമാണ്. കാരണം വല്ലിദേവി ആദ്യം ഭഗവാന് കൊടുത്തത് അതാണത്രേ. കാട്ടിൽ വെച്ച് അവർ കണ്ട് പ്രണയത്തിലായപ്പോ എന്നാ ഭഗവാന് തേന് വലിയ ഇഷ്ടം. അല്ല, തിനയും തേനും കൂടെ. അപ്പൊ തിനയാണ് പ്രിയങ്കം, പ്രിയങ്കവശ്ചമേ, അണവശ്ചമേ. അണവ് എന്ന് പറഞ്ഞാൽ വരക് എന്നൊക്കെ പറയുന്ന തരം ചെറിയ ചെറിയ ധാന്യങ്ങളാണ്. വരകൊക്കെയാണ് അണവശ്ചമേ, അണവെന്ന് പറഞ്ഞു. ശ്യാമാകാശ്ചമേ, ശ്യാമാക എന്ന് പറഞ്ഞാൽ ശ്യാമാകം ചാമേരി. നീവാരാശ്ചമേ, നീവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീവാര എന്ന് പറഞ്ഞാൽ ഇത് വരിനെല്ല്, കാട്ടിലെ നെല്ല്, കൃഷി ചെയ്യാണ്ട് തന്നെത്താൻ ഉണ്ടാവണ കാട്ടിലെ നെല്ല്, കാട്ടുനെല്ല് എന്നൊക്കെ പറയും. ഇത്രയും ഫുഡ് ഐറ്റംസ് ചോദിക്കും. അതോടുകൂടിയിട്ട് 4ാമത്തെ അനുഭാഗം കഴിയും. ഇനി 5ാമത്തെ അനുഭാഗമാണ്. അശ്മാചമേ, മൃത്തികാചമേ, ഗിരയശ്ചമേ, പർവ്വതാശ്ചമേ, സിഗതാശ്ചമേ, വനസ്പതയശ്ചമേ, ഹിരണ്യം ചമേ അശ്ചമേ, സീസം ചമേ, ത്രപുശ്ചമേ, ശ്യാമം ചമേ, ലോഹം ചമേ, അഗ്നിശ്ചമ ആവശ്ചമേ, വിരൂധശ്ചമ ഔഷധയശ്ചമേ. അങ്ങനെ പോകും. അശ്മം എന്ന് പറഞ്ഞാൽ കല്ല് തരണേ എന്ന് പറഞ്ഞു ഭഗവാൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല, കല്ല് വേണമെന്നാ പറഞ്ഞു. മൃത്തികാചമേ, മണ്ണ് തരണം, കല്ലും തരണം മണ്ണും തരണം. ഗിരേശ്ചമേ, കുന്നുകളെ തരൂ. അപ്പൊ നമുക്ക് അർത്ഥം മനസ്സിലായി തുടങ്ങും. പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും എനിക്ക് ഉപയോഗമാണ്. അപ്പൊ കല്ല് തരണേ, ഭക്ഷണത്തിന്റെ കാര്യം വരെ പറഞ്ഞ് പെട്ടെന്ന് കല്ല് തരണേ പറയുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കും. പക്ഷെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകണം. കല്ല് തരണേ, മണ്ണ് തരണേ, ഗിരയശ്ചമേ, കുന്നുകളെ തരണേ, പർവ്വതാശ്ചമേ, പർവ്വതങ്ങളെ തരണേ ഭഗവാനെ. സിഗതാശ്ചമേ, സിഗതം എന്ന് പറഞ്ഞാൽ മണല് തരണേ ഭഗവാനെ. വനസ്പതയശ്ചമേ, മണല് തരണേ ഭഗവാനെ. അവർ വീട് പണിയാനല്ല കേട്ടോ. ഈ പ്രകൃതിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് തരണേ എന്നുള്ള അർത്ഥത്തിലെടുത്താൽ ഭഗവാൻ വരണു. മഹാദേവനെ എഴുന്നള്ളിക്കുന്നു. വിശ്വനാഥസ്വാമിയുടെ അവിടുന്ന് കൽപ്പാത്തിയിൽ എഴുന്നള്ളിച്ച് വരണം. നാദസ്വരം കേൾക്കുന്നുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക്. മഹാദേവനെയും ഉമ്മയും ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമി എഴുന്നള്ളിച്ചുകൊണ്ട് വരും ഗ്രാമപ്രദക്ഷിണത്തിന്. അപ്പൊ സിഗതം എന്ന് പറഞ്ഞാൽ മണല്. വനസ്പതയശ്ചമേ, വൃക്ഷലതാദികള്. വീണ്ടും വനസ്പതി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളും വള്ളികളും ചെടികളും ഒക്കെ. ഹിരണ്യം ചമേ, സ്വർണം തരണേ. അയശ്ചമേ, ഇരുമ്പ് തരണേ, ലോഹമായിട്ടുള്ള ഇരുമ്പ് തരണേ. ഇനി ലോഹങ്ങളുടെ ലിസ്റ്റാണ്. സീസം ചമേ, സീസം ച കാരിയം, കറുത്തയ്യം, ബ്ലാക്ക് ലെഡ്. ത്രപുശ്ചമേ, വൈറ്റ് ലെഡ്, വെളുത്തയ്യം. ശ്യാമം ചമേ, കാരിരുമ്പ്, അതാണ് ശ്യാമം. ലോഹം ചമേ, ഇവിടെ ലോഹം എന്നുള്ളതുകൊണ്ട് ചെമ്പാണ്. താമ്രവും ചെമ്പാണ്, ലോഹം ഇവിടെ ചെമ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. അഗ്നിശ്ചമ ആവശ്ചമേ, വീരുതശ്ചമ ഔഷധയശ്ചമേ. അഗ്നിച്ച തീ തരണേ, ആവശ്ചമേ വെള്ളം തരണേ, വീരുതശ്ചമേ വള്ളികളെ തരണേ, ഔഷധയശ്ചമേ ചെടികളെ തരണേ. കൃഷ്ടവച്യം ജമേ, അകൃഷ്ടവച്യം ജമേ, ഗ്രാമ്യാശ്ചമേ, പശവ ആരണ്യാശ്ച യജ്ഞേന കൽപ്പന്താം. കൽപ്പന്താം ഇവിടെ വന്നു. ഇത്ര നേരായിട്ടൊരു വലിയ ലിസ്റ്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു 5ാമത്തെ അനുഭാഗത്തിൽ കൽപ്പന്താം എന്ന് വരുന്നു. ആ കൽപ്പന്താം എന്താ വരുന്നു? തരണേ എന്ന് പറഞ്ഞു. ഇത്ര വലിയ ലിസ്റ്റ് ആവുന്നു. കൃഷ്ടവച്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യപ്പെടുന്നതൊക്കെ എനിക്ക് തരണം. അകൃഷ്ടവച്യം എന്ന് പറഞ്ഞാൽ തനിയെ മുളയ്ക്കണത്, കൃഷി ചെയ്യാണ്ട് മനുഷ്യനായിട്ട് തനിയെ മുളയ്ക്കുന്നതിനെയാണ് പറയുന്നത് അകൃഷ്ടവച്യം. ഗ്രാമ്യം ജമേ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ കിട്ടുന്നതൊക്കെ തരണേ. ആരണ്യാചമേ, ആരണ്യത്തിൽ കാട്ടിലുള്ളതൊക്കെ എനിക്ക് തരണം. പശവശ്ചമേ, മൃഗങ്ങളെ തരണം. മനസ്സിലായി? യജ്ഞേന, യജ്ഞത്തിനായിട്ട് കൽപ്പന്താം. എന്തിനാ ഇത്രയും സാധനം ചോദിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഭഗവാനെ, അങ്ങേക്കുള്ള യജ്ഞങ്ങൾക്കായിട്ട് ഈ പറഞ്ഞതൊക്കെ തരണേന്ന്. ഇത്ര നേരം നമ്മൾ ചോദിച്ചതൊക്കെ ഭഗവാന്റെ നിന്ന് ചോദിച്ചതൊക്കെ ഭഗവാന് കൊടുക്കാൻ തന്നെയാണ്. നമ്മൾ ആണ്ടാളുടെ തിരുപ്പാവേ പറഞ്ഞപ്പോ ഭഗവാന്റെ അടുത്ത് പറ ചോദിക്കാൻ പോകുന്നുണ്ട്. കൊട്ടുന്ന പറ, അതിന്റെ വ്രതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചോദിക്കാൻ ഗോപസ്ത്രീകളിലൊപ്പം ആണ്ടാൾ പോകുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഭഗവാനെ തന്നെ പൂജിക്കാനാണ്. അതെ വാ.
അപ്പോ നമ്മൾ ഇവിടെ നമുക്കിതൊക്കെ തരണേ, ഞങ്ങൾ ഇതൊക്കെ തന്ന് സമർത്ഥരാക്കി തീർക്കണേ, ഈ പറഞ്ഞ റിസോഴ്സസ് ഒക്കെ തന്നിട്ട് ഞങ്ങളെ അങ്ങയെ പൂജിക്കാനുള്ള അങ്ങയുടെ യത്നത്തില് ഞങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ടും ഒരു കാര്യത്തിന് ഒരു മുട്ടില്ലാണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള നല്ല ശരീരം പോലും ചോദിച്ചതും ആരോഗ്യം ചോദിച്ചതും പ്രാണാപാനാദികളായിട്ടുള്ള പ്രാണവായുക്കളെ ചോദിച്ചതും ഒക്കെ ചോദിച്ചിട്ടുള്ള മരുന്ന് ചോദിച്ചതും ഒക്കെ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി മാത്രം. വിത്തം ചമേ വിത്തിശ്ചമേ ഭൂതം ചമേ ഭൂതിശ്ചമേ എന്ന. പിന്നെ വിത്തം ഞാൻ നേരത്തെ പറഞ്ഞു, മുൻപ് പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ധനം. വിത്തി വരാണ്ടിരിക്കുന്ന, ഭാവിയിൽ വരാണ്ടിരിക്കുന്ന ധനം. ഭൂതം എന്നിവിടെ പറയണത് ഐശ്വര്യം വരണ മക്കള്, പേരമക്കള് തുടങ്ങിയത്. വസുചമേ വസതിശ്ചമേ കർമ്മചമേ ശക്തിശ്ചമേ. ഭൂതി എന്നിവിടെ പറഞ്ഞത് സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ, നേരത്തെ ഞാൻ പറയാൻ വിട്ടു. ഭൂതിശ്ചമേ ഭൂതം ചമേ എന്ന് പറയുമ്പോൾ ഐശ്വര്യമുള്ള മക്കളുടെ മക്കള് സന്തതി പരമ്പരകള്. ഭൂതിശ്ചമേ പറഞ്ഞാൽ അവനവന്റെ ഐശ്വര്യം, അതും തരണേന്നാ. വസുചമേ പശുക്കൾ എന്ന് പറഞ്ഞാൽ പശുക്കളൊക്കെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ തരണം. വസതിശ്ചമേ നല്ല വീട് തരണം. കർമ്മചമേ കർമ്മങ്ങൾ, അഗ്നിഹോത്രങ്ങളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ, യജ്ഞങ്ങൾ ചെയ്യണതിന്റെ ആദ്യത്തെ പ്രാരംഭമായിട്ട് ഡെയിലി ചെയ്യേണ്ട അഗ്നിഹോത്രാദികളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അനുഗ്രഹവും അത് ചെയ്യിപ്പിച്ചും തരണം. ശക്തിശ്ചം ഇതൊക്കെ അനുഷ്ഠിക്കാനുള്ള ശക്തി തരണേ ഭഗവാനെ. ഭഗവാനെ അങ്ങേ പൂജിക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള ശക്തി അങ്ങ് തന്നെയാണ് തരണം. നമ്മള് ചണ്ഡികേശ്വര സ്വാമി ഉണ്ടല്ലോ, ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മൾ ഈ കൈകൊട്ടിയിട്ട് ഉണർത്തുന്ന ദൈവം, സത്യം പറഞ്ഞ അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എന്തിനീ കൈകൊട്ടിയിട്ട് ഉണർത്തണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ അവിടെ അടുത്ത് നിന്ന് പഞ്ചാക്ഷരം മെല്ലെ ചൊല്ലി അദ്ദേഹത്തിനെ വണങ്ങി പോരണം. നമുക്കോ ഭഗവാനെ പൂർണ്ണമായിട്ട് ലയിച്ച് ധ്യാനിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അവിടെ ഭഗവാനെ മഹാദേവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ കൈ കൊട്ടിയിട്ട്, ചില ആൾക്കാർ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എലിയെ വിളിക്കുന്ന, ഒരു നായയൊക്കെ വിളിക്കുന്ന മാതിരിയൊക്കെ ഇങ്ങനെയൊക്കെ നാക്കുകൊണ്ട്. ചിലർ കൈകൊണ്ട് ഞൊട്ടും, ചിലർ കൈയടിക്കും. എന്തിനാ ചെയ്യുന്നത് എനിക്കറിയില്ല. ഏതോ കാലത്തുണ്ടായിട്ടുള്ള ദുരാചാരമാണ്. നമ്മൾ കുറെ ജന്മങ്ങളായിട്ടും കുറെ കാലമായിട്ടും കുറെ മണ്ടത്തരങ്ങൾ അനുഷ്ഠിച്ചു വരേണ്ടതെന്നുള്ളത് കൊണ്ട് അത് മണ്ടത്തരം അല്ലാണ്ടാവുന്നില്ല. ആ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമുണ്ട്, പറയാം. അത് നീലകണ്ഠ പദാംബോജ പരിസ്ഫുരിത മാനസ ശംഭോഹ സേവാവലം ദേഹി ചണ്ഡേശ്വര നമസ്തുതേ. നീലകണ്ഠന്റെ പദാംബോജങ്ങളിൽ പരിസ്ഫുരിതമായിട്ടുള്ള മനസ്സോടുകൂടിയിരിക്കുന്നവനെ, ഭഗവാന്റെ തിരുനീലകണ്ഠന്റെ തൃപ്പാദങ്ങളില്, പദാംബോജങ്ങളില്, താമരപ്പൂക്കളാകണ കാലുകളിൽ, തൃപ്പാദങ്ങളില് സദാ വിളയാടിക്കൊണ്ടിരിക്കുന്ന മനസ്സോടുകൂടി ഇരിക്കുന്നവനെ, നീലകണ്ഠ പദാംബോജ പരിസ്ഫുരിത മാനസ ശംഭോഹ സേവാബലം. ആ ശംഭുവിനെ സേവിക്കാനുള്ള ബലത്തിനെ എനിക്ക് തരണേ ചണ്ഡേശ്വര, അങ്ങനെ ഞാൻ നമസ്കരിക്കണമെന്നാണ് മന്ത്രം. അങ്ങനെയുള്ള ആളെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. നീലകണ്ഠ പദാംബോജ പരിസ്ഫുരിത മാനസ ശംഭോഹ സേവാബലം ദേഹി ചണ്ഡേശ്വര നമസ്തുതേ. അപ്പൊ ഇവിടെ ശക്തിശ്ചമേ എന്ന് പറയുന്നത് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ ഗുരുവായൂരപ്പ മഹാദേവ, അങ്ങേ സേവിക്കാൻ ഞാൻ അശക്തനാണ്. അങ്ങേ സേവിക്കണമെങ്കിൽ അങ്ങ് ആ ശക്തി എനിക്ക് തരണം. എന്തുകൊണ്ടാണ് ഒരു അർച്ചകൻ, ഒരു പൂജാരി നമ്മുടെ കൃത്യമായിട്ടുള്ള തന്ത്രശാസ്ത്രം അനുസരിച്ചുള്ള പൂജ ചെയ്യുമ്പോൾ, ഞാൻ കുറച്ചു ദിവസം മുമ്പ് കൂടെ പറഞ്ഞു, ഒരു അടിമയുടെ ഭാവത്തിൽ ഇരുന്നിട്ടല്ല ഭഗവാനെ പൂജ കഴിക്കുന്നത്. മന്ത്രം കൊണ്ട് തന്നെ ഉയർത്തി ഭഗവാന് തുല്യൻ, വിഗ്രഹത്തിലുള്ള ഈശ്വരന്റെ ചൈതന്യത്തെ തുല്യാക്കിയിട്ടാണ് പൂജ. തുല്യന്മാരെ പൂജിക്കാൻ പാടുള്ളൂ, അന്യോന്യം തുല്യനെ പൂജിക്കാൻ പാടുള്ളൂ, താഴെയുള്ളവനെ പൂജിക്കാൻ അനുവാദമില്ല. അപ്പൊ ഭഗവാൻ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആചമനമൊക്കെ ചെയ്ത് എന്താ പറയാ ശംഖപൂരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആത്മപൂജയൊക്കെ ചെയ്ത് ഉയർത്തി തന്റെ ചൈതന്യത്തിനെ ഉയർത്തിയിട്ടാണ് ഭഗവാനെ പൂജിക്കേണ്ടത്. അഞ്ചാം അനുവാദത്തിലെ അവസാനത്തെ മന്ത്രം അർത്ഥശ്ചമേ ഏമശ്ചമേ ഇതിശ്ചമേ ഗതിശ്ചമേ. അർത്ഥം എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പ്രയോജനങ്ങൾ, ബെനിഫിറ്റുകൾ എന്നാണ്. എല്ലാ ബെനിഫിറ്റുകളും എനിക്ക് കിട്ടണം. ആ ബെനിഫിറ്റുകളിൽ നിന്ന് കിട്ടണ സുഖമാണ് ഏമം. അതാണ് അർത്ഥശ്ചമ ഏമശ്ചമേ. നേരത്തെ ഇപ്പൊ പറഞ്ഞു ഇതിന്നുള്ള ബെനിഫിറ്റുകളാണ് പറഞ്ഞത്. ഭഗവാനെ ആരാധിക്കുന്നതിനും അഗ്നിഹോത്രാദികൾ ചെയ്യുന്നതിനും അത് അനുഷ്ഠിക്കാനുള്ള ശക്തിയും തന്നെ പറഞ്ഞിട്ട് അതിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ, പ്രയോജനങ്ങളും കിട്ടണം. ആ പ്രയോജനങ്ങളെ കൊണ്ട് കിട്ടുന്ന സുഖവും തരണം നമ്മൾ. ഇതിശ്ചമേ. ഇതൊക്കെ കിട്ടാനൊരു കാരണം ഉണ്ടാവും, ആ കാരണവും തരണം. ഏത് നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിപ്പിക്കാനുള്ള ഒരു വഴി, ഒരു ഉപായം, ഒരു വിദ്യ അതുണ്ടാവും, അത് തരണേന്നാ പറഞ്ഞു.
ഗതിശ്ചമേ. അവിടെ ഗതി എന്ന് പറയുമ്പോൾ ഇഷ്ടത്തിന്റെ പ്രാപ്തി, ഇഷ്ടപ്രാപ്തി, ആഗ്രഹിച്ച് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിപ്പിച്ചു കിട്ടുക, അതാണ്. അത് കഴിഞ്ഞ് 6ാമത്തെ അധ്യായം വരുമ്പോൾ അത് വലിയൊരു ലിസ്റ്റാണ്. ഞാനത് ചെല്ലാം. ഒന്നും അല്പം ജലം കുടിച്ചിട്ട് നാരായണ അഗ്നിശ്ചമ ഇന്ദ്രശ്ചമേ സോമശ്ചമ ഇന്ദ്രശ്ചമേ സവിതാചമ ഇന്ദ്രശ്ചമേ സരസ്വതി ചമ ഇന്ദ്രശ്ചമേ പൂഷാചമ ഇന്ദ്രശ്ചമേ ബൃഹസ്പതിശ്ചമ ഇന്ദ്രശ്ചമേ മിത്രഞ്ചമ ഇന്ദ്രശ്ചമേ വരുണഞ്ചമ ഇന്ദ്രശ്ചമേ തഷ്ടാചമ ഇന്ദ്രശ്ചമേ ധാതാചമ ഇന്ദ്രശ്ചമേ വിഷ്ണുശ്ചമ ഇന്ദ്രശ്ചമേ അശ്വിനൗചമ ഇന്ദ്രശ്ചമേ മരുതശ്ചമ ഇന്ദ്രശ്ചമേ വിശ്വേചമേ ദേവാ ഇന്ദ്രശ്ചമേ പൃഥ്വീചമ ഇന്ദ്രശ്ചമേ അന്തരിക്ഷം ച ഇന്ദ്രശ്ചമേ ദൗശ്ചമ ഇന്ദ്രശ്ചമേ ദിശശ്ചമ ഇന്ദ്രശ്ചമേ മൂർധാചമ ഇന്ദ്രശ്ചമേ പ്രജാപതിശ്ചമ ഇന്ദ്രശ്ചമേ. ഇതാണ് 6ാമത്തെ അനുഭാഗം. ഒറ്റ മന്ത്രം. ആരെയൊക്കെ അവിടെ ചോദിക്കണറി ഭഗവാനോട്? ഭഗവാനെ എനിക്ക് അഗ്നിയെ തരണേ, സോമനെ തരണേ, സവിതാവിനെ തരണേ, സരസ്വതിയെ തരണേ, ഊഷാവിനെ തരണേ, ബൃഹസ്പതിയെ തരണേ, മിത്രനെ തരണേ, വരുണനെ തരണേ, ത്വഷ്ടാവിനെ തരണേ, ധാതാവിനെ തരണേ, വിഷ്ണുവിനെ തരണേ, അശ്വിനി ദേവന്മാരെ തരണേ, മരുത്തുക്കളെ തരണേ, വിശ്വദേവകളെ തരണേ. ഇതിനൊക്കെ പോരാണ്ട് പൃഥ്വിയെ തരണേ, അന്തരീക്ഷത്തെ തരണേ, ദ്യൗ സ്വർഗലോകത്തെ തരണേ, ദിക്കുകളെ 4 ദിക്കുകൾ അല്ലെങ്കിൽ 8 ദിക്കുകളിൽ 10 ദിക്കുകളെയും തരണേ, മൂർധാവിനെ പ്രജാപതിയുടെ ദിക്ക് അതിനെയും തരണേ. ഇതിൽ ഓരോരുത്തരുടെയും ഒപ്പം തന്നെ ഇന്ദ്രനെയും തരണേ എന്നാ പറയുന്നത്. ആ ഇന്ദ്രൻ മനസ്സാ. അപ്പൊ ഈ പറയുന്ന ഓരോ ദേവതകളും നിലനിൽക്കുന്ന ഗുണങ്ങളെ മനസ്സിനൊപ്പം ചേർത്തിട്ട് ചോദിക്കും. അഗ്നി, സോമൻ, സവിതാവ്, സരസ്വതി, പൂഷാവ്, ബൃഹസ്പതി, മിത്ര, വരുണ, ത്വഷ്ട, ധാത, വിഷ്ണു, അശ്വിനി, മരുത്തുക്കൾ, വിശ്വദേവകൾ തുടങ്ങിയിട്ടുള്ള സകല ദേവതകൾ, പൃഥിവി, അന്തരീക്ഷം, സ്വർഗം, അത് ദ്യോ, ദിക്കുകള്, മൂർധാവ്, പ്രജാപതി, ജനങ്ങളെ സൃഷ്ടിച്ച് പാലിക്കുന്ന ആള് പ്രജാപതി. ഇതിന്റെ ഒക്കെ പാർട്ട്ണർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്ദ്രന് മനസ്സിന്. അതാണ് ഈ 6ാമത്തെ അനുഭാഗത്തിൽ ചോദിക്കുന്നത്. ഇത് ധ്യാനിക്കേണ്ട ഒരു അനുഭാഗമാണ്. ധ്യാനിക്ക 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 പുതിയ 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 അർത്ഥതലങ്ങൾ കടന്നു വരും മനസ്സിൽ. ഇനി 7ാമത്തെ അനുഭാഗം. അംശുശ്ചമേ രശ്മിശ്ചമേ അദാഭ്യശ്ചമേ അധിപതിശ്ചമേ. അംശുച്ച കിരണം, രശ്മികള്. അംശു എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നതാണ്. ആ വ്യാപിക്കുന്നവനാകെയാണ് അംശുമാൻ എന്ന് സൂര്യന് പേര്. വ്യാപിക്കും അദ്ദേഹം ദിക്കുകളൊക്കെ വെളിച്ചം കൊണ്ട്. ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും റിഫ്ലക്ട് ചെയ്ത് വരുന്ന കിരണങ്ങളെയും അംശുക്കൾ എന്ന് പ്രത്യേകമായിട്ട് പറയും. സൂര്യന്റെ മാത്രമല്ല. പിന്നെ രശ്മി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അംശുശ്ചമേ രശ്മിശ്ചമേ എന്ന് വീണ്ടും പറഞ്ഞു. അപ്പൊ സൂര്യരശ്മിയാണ്. രശ്മിക്ക് സൂര്യരശ്മിയെ രശ്മി എന്ന് പറയാൻ പറ്റുള്ളൂ. ചന്ദ്രനെ രശ്മി എന്ന് അങ്ങനെ പറയില്ല. ഇവിടെ അർത്ഥം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അംശു എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഗ്രഹങ്ങളിൽ നിന്നൊക്കെ റിഫ്ലക്ട് ചെയ്തപ്പോ വ്യാഴത്തിനൊക്കെ രാത്രി കാണുമ്പോൾ അല്ലെങ്കിൽ ശുക്രനെ കാണുമ്പോൾ നല്ല തിളക്കം കാണും. ഗ്രഹങ്ങളിൽ നിന്ന് റിഫ്ലക്ട്, ചന്ദ്രനിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് അംശു. സൂര്യൻ നിന്ന് വരുന്നത് പുറപ്പെട്ട് വരുന്നത് രശ്മി. അങ്ങനെ കണക്കാക്കാം. അദാഭ്യശ്ചമേ, തിന്നുന്നത് എന്നുള്ള അർത്ഥമാണ് അദാഭ്യം. അതായത് ഗ്രഹണ സമയത്ത്, ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യന്റെ രശ്മി ചന്ദ്രനെ ഭക്ഷിക്കണു. രശ്മി മൂടുകയാണ്, കാണാതാക്കണു. നക്ഷത്രങ്ങളെ പകൽ നേരത്ത് സൂര്യരശ്മി കാണാണ്ടാക്കണു. അപ്പൊ സൂര്യരശ്മി അതിനെ ഭക്ഷിച്ചു എന്നർത്ഥം. ആകാശത്തുള്ള നക്ഷത്രങ്ങളൊക്കെ ഭക്ഷിച്ചു എന്ന് അലങ്കാരികമായിട്ട് പറയും. അധിപതിശ്ചമേ, അധിപതി എന്ന് ഇവിടെ സൂര്യനെ പറയും. ഗ്രഹങ്ങളുടെ പതിയാകയാലാണ് സൂര്യനെ. ജ്യേഷ്ഠോവ ഏഷഗ്രഹാണാം എന്ന് പ്രമാണം എടുത്താൽ എല്ലാ ഗ്രഹങ്ങളുടെയും അധിപതിയാണ് സൂര്യഭഗവാൻ. ഉപാംശുശ്ചമേ അന്തര്യാമശ്ചമേ ഐന്ദ്രവായശ്ചമേ മൈത്രാവരുണഞ്ചമേ. ഉപാംശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം അങ്ങനെ കുറച്ച് കേൾക്കാൻ പറ്റാത്ത തരത്തിൽ എന്നാൽ കുറച്ച് കുറുകുറുക്കണ പോലെ
അങ്ങനെ അതാണ് ഉപാംശം. അന്തര്യാമശ്ചമേ, ശ്വാസവും ഇല്ലാണ്ട് ശബ്ദവും ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയും ഉള്ള അവസ്ഥ. ഐന്ദ്രവായവ, ഇന്ദ്രനും വായു, മൈത്രാവരുണ, മിത്രനും വരുണം. അശ്വിനശ്ചമേ, ഈ പറയുന്ന അവസ്ഥകളൊക്കെ തരണേന്നാ പറഞ്ഞു. അശ്വിനശ്ചമേ, അശ്വിനി ദേവന്മാരെ തരണേ. വീണ്ടും പറഞ്ഞു പ്രതിപ്രസ്ഥാനശ്ചമേ, പ്രതിപ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചു പോണ അവസ്ഥ, ചേർന്ന് പോണ അവസ്ഥ. അശ്വിനി ദേവന്മാരെ എങ്ങനെയാണോ ചേർന്ന് പോകണം അതേപോലെ നടന്നു പോകാൻ പറ്റണം മറ്റുള്ളവരൊപ്പം, ഐക്യമത്യത്തോട് കൂടിയിട്ട് എന്നൊരു ധ്വനി. ശുഗശ്ചമേ, ശുഗച്ച രണ്ട് അർത്ഥമുണ്ട്, തത്ത എന്നുള്ള അർത്ഥമുണ്ട്, നമ്മൾ പച്ചത്തത്ത. വസ്ത്രം എന്ന് അർത്ഥമുണ്ട്. എന്തിനാ വസ്ത്രം? സോമരസം യാഗസമയത്ത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം, ഫിൽട്ടർ ചെയ്യാം. അതിന് ശുഗശ്ചമേ. മന്ധീചമേ, മന്ധി എന്ന് പറയുന്നത് സോമരസ, മഥനം ചെയ്തെടുത്തിട്ടുള്ളത്, അരച്ച് കലക്കിയിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശുഗ എന്നുള്ള ശബ്ദത്തിന് വസ്ത്രം എന്ന് അർത്ഥം എടുക്കാം. ആഗ്രയണശ്ചമേ, വൈശ്വദേവശ്ചമേ, ധ്രുവശ്ചമേ, വൈശ്വാനരശ്ചമേ. ആഗ്രയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞം ചെയ്യാം, ആ യജ്ഞമാണ് ആഗ്രയണം, അത് തരണം. വൈശ്വദേവൻ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മമാണ്, ഒരു യജ്ഞകർമ്മമാണ്. വൈശ്വദേവ ബലി ഒക്കെ ഉണ്ട്. പ്രാതസവനം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്, ആ ക്രിയയെ വൈശ്വദേവം എന്ന് പറയും. ധ്രുവശ്ചമേ, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന അവസ്ഥ എന്ന് അർത്ഥമുണ്ട്, ധ്രുവ നക്ഷത്രം എന്ന് അർത്ഥമുണ്ട്. വൈശ്വാനരശ്ചമേ, വൈശ്വാനര സൂക്തം, ആ സൂക്തവും തരണം. എന്താ കാരണം വെച്ചാൽ ഈ ധ്രുവ നക്ഷത്രം പണ്ടൊരിക്കൽ മങ്ങിപ്പോയത്ര അതിന്റെ ചൈതന്യം. അപ്പൊ ആ ചൈതന്യം മങ്ങിയപ്പോ ഈ സൂക്തം ജപിച്ചിട്ടാണ് അത്ര ധ്രുവ നക്ഷത്രത്തിന് പൂർവ്വ അവസ്ഥ, ആ പഴയ ചൈതന്യം തിരിച്ചു കിട്ടിയത്. അതുകൊണ്ടാണ് വൈശ്വാനര സൂക്തം. ആ വൈശ്വാനര സൂക്തം നമുക്ക് വശാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. ഋതുഗ്രഹാശ്ചമേ, അതിഗ്രാഹ്യശ്ചമേ, ഐന്ദ്രാഗ്രശ്ചമേ, വൈശ്വദേവശ്ചമേ. ഋതുക്കളെ മുഴുവൻ, കാലാവസ്ഥകളെ മുഴുവൻ ഉൾക്കൊള്ളുന്നവൻ സൂര്യൻ. അതിഗ്രാഹ്യശ്ചമേ, എല്ലാറ്റിനാലും ഗ്രഹിക്കപ്പെടുന്നവൻ. ഐന്ദ്രാഗ്നശ്ചമേ, ഇന്ദ്രനെയും അഗ്നി. വൈശ്വദേവശ്ചമേ, വൈശ്വദേവം ഞാൻ നേരത്തെ പറഞ്ഞു, തൃതീയ സമനം എന്ന് പറയും നമ്മൾ യാഗകർമ്മങ്ങൾ. അത് അതിരാത്രമൊക്കെ എന്തെങ്കിലും എന്താന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു യാഗത്തിൽ പറയുന്ന കർമ്മങ്ങളാണ്, കുറച്ച് ടെക്നിക്കലാണ് അതൊക്കെ. മരുത്വതീയാശ്ചമേ, മാഹേന്ദ്രശ്ചമേ, ആദിത്യശ്ചമേ, സാവിത്രശ്ചമേ. മരുത്തുക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവര്. മഹേന്ദ്രൻ മഹേന്ദ്രൻ വെച്ചാൽ മഹാദേവൻ തന്നെ. ഉപേന്ദ്രൻ മഹാവിഷ്ണു. ആദിത്യശ്ചമേ, ആദിത്യനെ. സാവിത്രശ്ചമേ, സവിതാവിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ടോ അതൊക്കെ സാവിത്ര. ഇതിനൊക്കെ തരണം എന്നാണ്. സാരസ്വതശ്ചമേ, സാരസ്വത ഗ്രഹത്തെ തരണേ. പൗഷ്ണശ്ചമേ, പൗഷ്ണഗ്രഹത്തെ തരണേ. പാത്നീവതശ്ചമേ, അതും ഒരു ഗ്രഹമാണ്. ഹാരിയോജനശ്ചമേ, ഹാരിയോജനം ഒരു ഗ്രഹമാണ്. ഇതൊക്കെ വേദകാലത്ത് ഉണ്ടായിരുന്ന സങ്കല്പങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ ഓരോ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഓരോ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയാമക ശക്തികളാണ്. ഇതിന്റെ ഒക്കെ ആനുകൂല്യം കിട്ടണമെന്നാണ്. ഇനി എട്ടാമത്തെ അനുഭാഗം. ഇദ്മശ്ചമേ, ബർഹിശ്ചമേ, വേദിശ്ചമേ, ധിഷ്ണിയാശ്ചമേ, സൃശ്ചമേ, ചമസാശ്ചമേ, ഗ്രാവാണശ്ചമേ, സ്വരവഞ്ചമേ, ഉപരവാശ്ചമേ, ദിഷവണേചമേ, ദ്രോണകലസഞ്ചമേ, വായവ്യാനിചമേ. അധികം യാഗത്തിന്റെ മെറ്റീരിയലുകളാ ഈ പറയണത്. ഒരു യാഗം നടത്തുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ പറഞ്ഞ. ഭൂതഭൃച്ചമ ആധവനീയശ്ചമേ, ആഗ്നീധ്രം ചമേ, ഹവിർധാനം ചമേ, ഗൃഹാശ്ചമേ, സദശ്ചമേ, പുരോടാശാശ്ചമേ, പചതാശ്ചമേ, അവഭൃതശ്ചമേ, സ്വഗകാരാശ്ചമേ. ഇത് മുഴുവൻ യാഗത്തിൽ വരുന്നു. അതിരാത്രം സോമയാഗത്തിലൊക്കെ വരുന്ന യജ്ഞങ്ങളുടെ പലവിധ ചടങ്ങുകളും. ഇധ്വം, ബർഹി, വേദി, ധിഷ്ണിയം, സൃക്ക്, ചമസം, ഗ്രാവണം. വരക്കേണ്ട ഒരു കല്ലാണ് ഗ്രാവണം. അതിന്റെ സ്തുതിയാണ് ഗ്രാവസ്തോതം എന്ന് പറയും. ദുഃഖമാണ് ആ കല്ല്, ദുഃഖം കൊണ്ടാണ് നമ്മളെ വരയ്ക്കണത്. അതിന്റെ സ്തുതി സ്വരങ്ങൾ. ഗ്രാവസ്തോതം എന്ന് പറഞ്ഞിട്ടൊരു പുരോഹിതനുണ്ട്, കണ്ണ് കെട്ടിയിട്ടാണ് ആ പുരോഹിതൻ ചെല്ലിയ മന്ത്രങ്ങൾ. സ്വരങ്ങള്, അതുവരെ ഉപരവം, ധിഷ്ണിയം, ദ്രോണകലശം. ദ്രോണകലശത്തിലാ സോമരസം സൂക്ഷിക്കുന്നത്. മുള്ളുകൾ ഉണ്ടാവുകയാണ്.
മുള്ളുകൾ ഉണ്ടാക്കും മണ്ണുകൊണ്ട്. നമ്മൾ സഹസ്രകലശ സമയത്ത് ഇപ്പൊ ഗുരുവായൂരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കർക്കരി എന്ന് പറഞ്ഞിട്ടൊരു കലശം കാണാം. നിറയെ വെള്ളി കൊണ്ട് മുള്ളുകൾ ഉണ്ടാക്കും. നിറയെ മുള്ളായിരിക്കും. അത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ കർക്കരി കലശം ശരിക്കും ദ്രോണകലശത്തിന്റെ ഒരു പ്രതീകമാണ്. വേദത്തിലെ ദ്രോണകലശത്തിന്റെ താന്ത്രികമായിട്ടുള്ള ഒരു പ്രതീകമാണ് ഈ കർക്കരി. സഹസ്രകലശ സമയത്ത് എഴുന്നള്ളിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം. വായവ്യം, പൂതവൃത്ത്, ആധവനീയം, ആഗ്നിദ്രം. ആഗ്നിദ്രം എന്ന് പറഞ്ഞൊരു വൃത്തി തന്നെയുണ്ട് അതിരാത്രത്തില്. ഹവിർധാനം. പിന്നെ ഈ യജമാനന്റെ പത്നിയൊക്കെ താമസിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ശാലകൾ, അതൊക്കെയാണ് ഈ ഗൃഹങ്ങളൊക്കെ. പിന്നെ സദസ്യൻ എന്ന് പറഞ്ഞ ആളും എന്താ പറയാ ഒരു പുരോഹിതനുണ്ടാവും. അദ്ദേഹം അതിന്റെ ഭാഗമല്ല, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുക. അത് കലശങ്ങൾക്കൊക്കെ ഉണ്ടാവും, സദസ്യന്മാരുണ്ടാവും മേൽനോട്ടത്തിന്. ആ സദസ്, പുരോടാശം, പചതം, അവഭൃതം, അവസാനത്തെ സ്നാനം. നമ്മൾ ആറാട്ടുകുളി എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അവഭൃത സ്നാനമാണ്. ഉത്സവങ്ങളിൽ ആറാട്ടുകുളി യജ്ഞത്തിൽ അവഭൃത സ്നാനത്തിന് തുല്യമാണ്. സ്വകരാഗം, ഇതൊക്കെ അതിരാത്രം തുടങ്ങിയിട്ടുള്ള സകല സോമയാഗം തുടങ്ങിയിട്ടുള്ള എല്ലാ വാജപേയം അല്ലെങ്കിൽ രാജസൂയം അല്ലെങ്കിൽ അശ്വമേധം അങ്ങനെയുള്ള എല്ലാ യജ്ഞങ്ങളിലും ഉള്ളതാണ് ഇതൊക്കെ. പിന്നെ 9ാമത്തെ അനുഭാഗം അഗ്നിശ്ചമേ ഘർമ്മശ്ചമേ അർക്കശ്ചമേ സൂര്യശ്ചമേ. ഇവിടെ അഗ്നി എന്ന് പറയുന്നത് തീയല്ല. ആ ഗരുഡന്റെ ആകൃതിയിലുള്ള ഒരു ചിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോമത്തിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും അതിരാത്രത്തിന്. ഗരുഡ ചിതി, ശേന ചിതി എന്നൊക്കെ പറയും. അത് അതിരാത്രം സോമയാഗം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അത് കുറച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ 18 സ്റ്റെപ്സ് ചാനലിൽ 2006 മൂലങ്കോട് നടന്ന അതിരാത്രത്തിന്റെ നമ്മുടെ 263 മണിക്കൂറിന്റെ ഡോക്യുമെന്റേഷന് വെട്ടിയെടുത്തുണ്ടാക്കിയിട്ട് ഒരു 1.5 മണിക്കൂറിന്റെ ചെറിയൊരു ഡോക്യുമെന്ററി ഉണ്ട്. കുറച്ച് തെരഞ്ഞു പോയാൽ കാണാം. സാഗ്നികം അതിരാത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായ ഇതാണ്. ഏകദേശം ഒരു 2 കൊല്ലത്തെ അധ്വാനമായിരുന്നു അത്. അത് കണ്ടാൽ ഞാനിപ്പോൾ ഈ പറയണതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനം നന്നായിട്ട് മനസ്സിലാക്കും. അതിൽ കാണാനും പറ്റും ഇതൊക്കെ എന്തൊക്കെയാണെന്ന് കാണാനും കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. 2006 പാലക്കാട് വടക്കഞ്ചേരിക്കടുത്ത് കിഴക്കഞ്ചേരി അടുത്ത് മൂലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന അതിരാത്രമാണ്. അത് ശോഭ ഡെവലപ്പേഴ്സിന്റെ ശ്രീ PNC മേനോനാണ് അത് നടത്തിയത്. വടക്കേ വൈദിക വിദ്യാപീഠം ആണ്, തൃശ്ശൂർ വൈദിക വിദ്യാപീഠമായിരുന്നു അതിൻ്റെ നടത്തിപ്പ് ചുമതല. തെക്കേ സമൂഹ മഠം, ബ്രഹ്മസമ്മടത്തിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ. അപ്പോൾ ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ആ ചിതിയാണ്. അത് നടക്കണം ചെയ്യാം. കർമ്മജമേ എന്ന് പറഞ്ഞ പ്രവർഗ്യം എന്ന് പറഞ്ഞിട്ട് ചടങ്ങുണ്ട്. തിളച്ച നെയ്യിലേക്ക് കറന്നെടുത്തിട്ടുള്ള പശു ആട്ടുംപാൽ ഒഴിക്കുക. അപ്പോൾ അഗ്നിഗോളമായിട്ട് പൊട്ടിത്തെറിച്ച് വരും. അതൊരു ശുദ്ധീകരണ ക്രിയയാണ് ശരിക്കും. സ്ത്രീകളത് കാണാൻ പാടില്ല, പ്രത്യേകിച്ച് യജമാന പത്നി അത് കാണില്ല. അപ്പോൾ അഗ്നിഗോളം കൂടെ ഉയരുമ്പോൾ മാവിന്റെ ഇല കൊണ്ട് കെട്ടിയിട്ടുള്ള ചില്ലകൾ വെച്ചിട്ട് അത് തടയും. അതൊക്കെ കാണാൻ പറ്റും. ആ ഡോക്യുമെന്ററി നോക്കിക്കഴിഞ്ഞാൽ കാണാം. കർമ്മചമേ അത് തരണേന്ന് പറഞ്ഞു. അർക്കശ്ചമേ, അർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം തന്നെ അർത്ഥം. അതായത് പുരോടാശം സമർപ്പിക്കുന്ന യാഗം. പുരോടാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാണ്. നമ്മൾ അട ഉണ്ടാക്കി, അടയാണ്. ആ അടയെ ഹവിസായിട്ട് അർപ്പിക്കുകയാണ് പുരോടാശം. അതാണ് പുരോടാശം എന്ന് പറയുന്നത്. അർക്കശ്ചമേ, സൂര്യശ്ചമേ. സൂര്യ എന്ന് പറയുന്നതും ഒരു യാഗത്തിനാണ് പറയുന്നത്. ആ യാഗമാണ് ഇവിടെ സൂര്യശബ്ദം കൊണ്ട്. പ്രാണശ്ചമേ, അശ്വമേധശ്ചമേ, ഇതൊക്കെ ഓരോരോ യാഗങ്ങളുടെ പേരാ പറയുന്നത്. പൃഥ്വീചമേ, അതിഥിശ്ചമേ, ദിതിശ്ചമേ, ദ്യൗശ്ചമേ. പ്രാണശ്ചമേ എന്ന് പറയുമ്പോൾ ഇവിടെ അതും ഹോമമാണ്. പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ ഹോമം. അശ്വമേധശ്ചമേ, സംശയിക്കാനില്ല, അശ്വമേധയാഗം തന്നെ. കുതിരയെ ഒരു വർഷക്കാലത്തേക്ക് അഴിച്ചുവിട്ട് സൈന്യമായിട്ട് പിന്തുടർന്ന ആ കുതിര ആരെങ്കിലും പിടിച്ചു കെട്ടുകയാണെങ്കിൽ അവര് കുതിരയുടെ ഒപ്പം വരണ സൈന്യമായിട്ട് യുദ്ധം ചെയ്യണം. തോറ്റാൽ കുതിരയുടെ ഉടമസ്ഥനായിട്ടുള്ള ചക്രവർത്തിത്വം മേൽക്കോയ്മ അംഗീകരിക്കണം, അല്ലെങ്കിൽ പൊരുതി മരിക്കണം. കുതിര പിടിച്ച് കെട്ടിയില്ലെങ്കിൽ അംഗീകരിച്ചു മേൽക്കോയ്മ എന്നർത്ഥം. വർഷത്തിന്റെ അവസാനം കുതിരയെ തിരിച്ച് യാഗശാലയെ കൊണ്ടുവന്ന് അതിനെ ബലി കൊടുത്ത് ഹോമം അവസാനിപ്പിക്കും. ഇതാണ് ചുരുക്കി പറയാം. അശ്വമേധത്തിൽ കുതിര കൊന്നിരുന്നില്ല എന്നൊരു പക്ഷം പറയുന്നുണ്ട്.
പക്ഷെ മന്ത്രങ്ങൾ കാണുമ്പോൾ കുതിരയെ ബലി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അശ്വമേധശ്ചമേ, പൃഥിവീചമേ, പൃഥിവി, അതിഥിശ്ചമേ, അതിഥി ദേവമാതാവ്, ദിതിശ്ചമേ. അപ്പൊ ദേവതകളെ ഒക്കെ തരണേ. ദ്യൗശ്ചമേ, സ്വർഗലോകത്തെ തരണേ, ദ്യോവിനെ തരണേ എന്നാണ്. ശക്വരീരങ്കുലയോ ദിശശ്ചമേ. ശക്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രന, വിരാൾ പുരുഷൻ, മഹാപുരുഷൻ. അങ്കുലയ വിരലുകൾ, ഭഗവാന്റെ വിരലുകളാണ് അത്ര 10 ദിക്കുകൾ. ആ 10 ദിക്കുകളെയും തരണേന്നാണ് ശക്വരീരങ്കുലയോ ദിശശ്ചമേ എന്ന് പറയുന്നത്. ഭഗവാന്റെ 10 വിരലുകൾ അത്ര 10 ദിക്കുകൾ. 8 ദിക്കുകൾ നമ്മളെ ചുറ്റിട്ട് മുകളിലും താഴെ 2 ദിക്കുകളും, അങ്ങനെ 10 ദിക്കുകൾ. ശക്വരീരങ്കുലയോ ദിശശ്ചമേ യജ്ഞേന കൽപ്പന്താം. ഇതൊക്കെ എന്തിനാ ഞാൻ ചോദിക്കണത് വീണ്ടും പറയണം. എന്റെ യജ്ഞത്തിനായിട്ട് ഇതൊക്കെ തരണേന്നാ പറഞ്ഞു. ഈ പറഞ്ഞ ദേവന്മാരുടെ ഒക്കെ ആനുകൂല്യം, ഈ പറഞ്ഞ കഴിവുകൾ, ഈ പറഞ്ഞ വിഭവങ്ങൾ, ഇതൊക്കെ ഭഗവാനെ അങ്ങയുടെ യജ്ഞത്തിന്, അങ്ങയെ പൂജിക്കാനായിട്ടുള്ള യജ്ഞത്തിനായിട്ട്, എന്റെ കർമ്മങ്ങളൊക്കെ അങ്ങയുടെ യജ്ഞമാണ്. സൗന്ദര്യലഹരിയിൽ പറഞ്ഞ മാതിരി ജപോ ജൽപക ശില്പം സകല മുദ്രാവിരചന എന്നുള്ള ശ്ലോകത്തിൽ ശങ്കരൻ പറഞ്ഞു, നമ്മൾ ഈ നിത്യേന ജീവിതത്തിൽ ചെയ്യണതൊക്കെ നിനക്കുള്ള യജ്ഞമാണ്. ആ കർമ്മങ്ങൾക്കൊക്കെ സാമർത്ഥ്യം നമുക്ക് കിട്ടാനായിട്ട്, ആ യജ്ഞങ്ങൾക്കൊക്കെ കിട്ടാനായിട്ട് യജ്ഞേന കൽപ്പന്താം തരണേ. ഋച്ചമേ, സ്വാമചമേ, സ്തോമശ്ചമേ, യജുശ്ചമേ. ഋഗ്വേദം തരണം, സാമവേദം തരണം, യജുർവേദം തരണം. സ്തോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമം കൊണ്ടുള്ള സ്തുതി വിശേഷമാണ്. സാമവേദത്തിൽ എല്ലാ സ്തുതികളാണ് ഭഗവാന്റെ, ഈശ്വരന്റെ. ആ സ്തുതി വിശേഷങ്ങളാണ് മന്ത്രങ്ങളുടെ സ്തോമം. ദീക്ഷാചമേ, തപശ്ചമേ, ഋതുശ്ചമേ, വ്രതം ചമേ. ദീക്ഷ എന്ന് പറഞ്ഞാൽ യജമാനൻ ദീക്ഷ എടുത്തിരിക്കുന്നത്, നഖം പോലും മുറിക്കില്ല, കുളിക്കില്ല. വളരെ വിശേഷമായിട്ടുള്ളതാണ് യജമാനന്റെ ദീക്ഷ. ഏറ്റവും വലിയ വ്രതമാണ് എടുക്കുന്നത്. തപശ്ചമേ, തപസ്. എന്താ തപസ്? കത്തിച്ചിട്ട് കർമ്മനാശം വരുത്തുക. പാപം നശിപ്പിക്കുന്ന ഏത് പ്രവൃത്തിയും തപസ്സാണ്. ഉപവാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഋതുശ്ചമേ, ഋതു എന്ന് പറഞ്ഞ കാലം. ഇവിടെ യജ്ഞത്തിന് പറ്റിയ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുള്ള കാലം അർത്ഥം കൊടുക്കണം. കേരളത്തിലൊക്കെ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് വേനൽക്കാലത്താണ് യജ്ഞം നടത്തുക. വ്രതം ചമേ, വ്രതം നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്രതം തന്നെ. അഹോരാത്രയോർ വൃഷ്ട്യാ ബൃഹദ്രഥന്തരേ ചമേ യജ്ഞേന കൽപ്പേതാം. അഹോരാത്രയോ, രാവും പകലും, വൃഷ്ട്യ വർഷം കൊണ്ട്, രാവും പകലും നല്ല മഴ കിട്ടിയിട്ട്. ബൃഹദ്രഥന്തരേ, ബൃഹദ്രഥന്തരേ എന്നുള്ളത് സാമവേദത്തിലൊരു സ്തുതിമന്ത്രമാണ്, സമൃദ്ധിക്കുള്ള മന്ത്രം. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഭഗവാനെ അങ്ങയുടെ യജ്ഞം നന്നായി ചെയ്യാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. 10ാമത്തെ അനുവാദത്തിൽ വരുമ്പോ ഗർഭാശ്ചമേ, വത്സാശ്ചമേ, ത്രവ്യശ്ചമേ, ത്രവീചമേ, ദിത്യവാചമേ, ദിത്യൗഹീചമേ, പഞ്ചാവിശ്ചമേ, പഞ്ചാവീചമേ. ഗർഭാശ്ചമേ, ഗർഭങ്ങൾ തരണം, നല്ല കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ. വത്സാചമേ എന്ന് പറയുമ്പോൾ നേരത്തെ കുഞ്ഞുങ്ങളെന്നല്ല, അവിടെ പശുക്കുട്ടി എന്നായി. ത്രവീശ്ചമേ എന്ന് പറഞ്ഞ 1.5 വയസ്സുള്ള കാളക്കുട്ടിയാണ് ത്രവി. വീണ്ടും 2ാമത്തെ ത്രവി എന്ന് പറഞ്ഞാൽ 1.5 വയസ്സുള്ള പശുക്കുട്ടി. ആദ്യം പറയുന്ന ത്രവി 1.5 വയസ്സുള്ള കാളക്കുട്ടി, ത്രവി 2ാമത് പറയുന്നത് ത്രവി 1.5 വയസ്സുള്ള പശുക്കുട്ടി. അന്നത്തെ കാലത്ത് ആവശ്യങ്ങളാണ് ഇതൊക്കെ. ദിത്യവാചമേ, ദിത്യൗഹി. ദിത്യവാട്ട് എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ള കാളക്കുട്ടി, ദിത്യൗഹി എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ള പശുക്കുട്ടി. ദിത്യവാട്ടും ദിത്യൗഹി. പഞ്ചാവി എന്നുള്ള 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പഞ്ചാവിശ്ചമേ, പഞ്ചാവീചമേ. പഞ്ചാവി അത് 2 സ്ത്രീലിംഗ പുല്ലിംഗമായിട്ടാ. പഞ്ചാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വയസ്സുള്ള കാളക്കുട്ടി, പഞ്ചാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വയസ്സുള്ള പശുക്കുട്ടി. അങ്ങനെ വയസ്സ് പറഞ്ഞിട്ടാണ്. ത്രിവത്സശ്ചമേ, ത്രിവത്സാചമേ, തുര്യവാക്ഷമേ, തുര്യൗഹീചമേ. ത്രിവത്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സുള്ള കാളക്കുട്ടി, ത്രിവത്സ എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള പശുക്കുട്ടി. തുര്യവാട്ട് 3.5 വയസ്സുള്ള കാളക്കുട്ടി, തുര്യൗഹി 3.5 വയസ്സുള്ള പശുക്കുട്ടി. പഷ്ടവാച്ചമേ, പഷ്ടൗഹീചമേ, ഉക്ഷാചമേ, വശാചമേ. പക്ഷവാട്ട് എന്ന് പറഞ്ഞാൽ 4 വയസ്സുള്ള കാളക്കുട്ടി, പക്ഷൗഹി എന്ന് പറഞ്ഞാൽ 4 വയസ്സുള്ള പശുക്കുട്ടി. ഉക്ഷ എന്ന് പറഞ്ഞാൽ സന്താനത്തിനെ പ്രസവിക്കാനുള്ള കഴിവ്
അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഗർഭം ധരിക്കാനുള്ള കഴിവ് വന്നിട്ടുള്ള ഗോ ആണ്. വശാചമേ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ പറ്റാത്ത മച്ചിയായിട്ടുള്ള വന്ധ്യയായിട്ടുള്ള പശു. ഇതിനൊക്കെ വേണമെന്നാ പറഞ്ഞു. ഋഷഭശ്ചമേ വയഹശ്ചമേ അനഡ്വാഞ്ചമേ ധേനുശ്ചമേ. ഋഷഭം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വൃക്ഷത്തിനെക്കാട്ടിലും വലിയ കാളയാണ്. സന്താനോൽപാദനം നടത്താൻ അല്ല, ബീജോൽപാദനം വന്നിട്ടുള്ള കാളയാണ് വൃക്ഷം. ആ വൃക്ഷത്തിനെക്കാട്ടിലും മുതിർന്നിട്ടുള്ള കാളയാവുമ്പോഴാണ് അതിനെ ഋഷഭം എന്ന് വിളിക്കാൻ പാടുള്ളൂ. മറ്റേത് വിത്ത് കാളയാണ്. ഉൽപാദന ശേഷിക്കുള്ള ബെസ്റ്റ് അവസ്ഥയിലുള്ള കാളയാണ് വൃക്ഷം. അതിന്റെ മുകളിൽ ഋഷഭം, അതിനെ വേണം. വേഹശ്ചമേ അബോർട്ടായി പോയിട്ടുള്ള കുഞ്ഞോട് കൂടിയിട്ടുള്ള പശു, ഗർഭം വീണ് പോയിട്ടുള്ള, ഗർഭം നശിച്ചു പോയിട്ടുള്ള പശു, അതിനെയും വേണം. ആരെയും തള്ളിക്കളയുന്നില്ല. ബെനിഫിറ്റ് ഉള്ളതിനെ മാത്രമല്ല സ്വീകരിക്കുന്നത്. അനഡ്വാൻ, അനഡ്വാൻ ചമേ. എന്താ അനഡ്വാൻ? വണ്ടി വലിക്കണ കാള, വണ്ടിക്കാള, കാളവണ്ടി വലിക്കണ കാള, അതിനെയും വേണം. ധേനു ചമേ, ധേനുശ്ചമേ. ധേനു എന്ന് പറയണമെങ്കിൽ അത് പ്രസവിച്ച ഉടനെയുള്ള പശുവാണ് ധേനു. ഇപ്പൊ പ്രസവിച്ചിട്ടേ ഉള്ളൂ, പെറ്റ പശു, അതാണ് ധേനു. ഇതിനെയൊക്കെ വേണമെന്നാ പറഞ്ഞു ഭഗവാനോട്. ആയുർയജ്ഞേന കൽപ്പതാം, പ്രാണോ യജ്ഞേന കൽപ്പതാം, അപാനോ യജ്ഞേന കൽപ്പതാം, വ്യാനോ യജ്ഞേന കൽപ്പതാം, ചക്ഷുർയജ്ഞേന കൽപ്പതാം, ശ്രോത്രം യജ്ഞേന കൽപ്പതാം, മനോയജ്ഞേന കൽപ്പതാം, വാഗ്യജ്ഞേന കൽപ്പതാം, ആത്മായജ്ഞേന കൽപ്പതാം, യജ്ഞോ യജ്ഞേന കൽപ്പതാം. ഗുരുവായൂരപ്പ, ആയുസ് വേണം, പ്രാണൻ വേണം, അപാനം വേണം, വ്യാനം വേണം, കണ്ണുകൾ വേണം, ചെവികൾ വേണം, മനസ്സ് വേണം, വാക്ക് വേണം, ആത്മാവ്, ശരീരം. ഇതൊക്കെ ഞാൻ ചെയ്യണ യജ്ഞങ്ങൾ കൊണ്ട് കാര്യക്ഷമമായിട്ട് നല്ല ആരോഗ്യത്തോടായി തീരണം. ഇതൊക്കെ ആരോഗ്യമായിട്ട് ഇരിക്കണം. എന്തിനാ? അങ്ങ് ഇനിയും ഇനിയും സേവിക്കാനുമായിട്ടായിരിക്കണം. ഞാൻ ഇപ്പൊ ചെയ്യണത് മാത്രമല്ല, ഇനി ഞാൻ ചെയ്യാനിരിക്കുന്ന യജ്ഞങ്ങളും അതും ഒക്കെ ഗംഭീരമാവണം. യജ്ഞോ യജ്ഞേന കൽപ്പതാം. ഞാൻ ഇനി ചെയ്യാനിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ഫലവത്തും അനുഗ്രഹീതമായി തീരണം ഭഗവാൻ. അതൊക്കെ അങ്ങേക്കായിട്ട് സമർപ്പിതമായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് വരുന്നത്. അത് കഴിഞ്ഞ് അവസാനത്തെ അനുഭാഗം, 11ാമത്തെ അനുഭാഗം. ഏകാചമേ ത്രിസ്രശ്ചമേ, ഏകാചമേ ത്രിസ്രശ്ചമേ, പഞ്ചചമേ സപ്തചമേ, നവചമ ഏകാദശചമേ, ത്രയോദശചമേ, പഞ്ചദശചമേ, സപ്തദശചമേ, നവദശചമേ, ഏകവിംശതിശ്ചമേ, ത്രയോവിംശതിശ്ചമേ, പഞ്ചവിംശതിശ്ചമേ, സപ്തവിംശതിശ്ചമേ, നവവിംശതിശ്ചമേ, ഏകത്രിംശശ്ചമേ, ത്രയസ്ത്രിംശശ്ചമേ, ചതസ്രശ്ചമേ. 33 വരെയുള്ള സംഖ്യകൾ പറയും. ഏകം, തിസ്രം, പഞ്ചം, ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പറുകൾ പറയും. 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25, 27, 29, 31, 33. ഈ സംഖ്യകളൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയണം അഷ്ടൗചമേ, ദ്വാദശചമേ, ഷോഡശചമേ, വിംശതിശ്ചമേ, ചതുർവിംശതിശ്ചമേ, അഷ്ടാവിംശതിശ്ചമേ, ദ്വാത്രിംശശ്ചമേ, ഷട്ത്രിംശശ്ചമേ, ചത്വാരിംശശ്ചമേ, ചതുശ്ചത്വാരിംശശ്ചമേ, അഷ്ടചത്വാരിംശശ്ചമേ. നാലിൽ തുടങ്ങിയിട്ട് പിന്നെ 4നെ കൂട്ടി വരണം. 4 പറഞ്ഞു, 8 പറഞ്ഞു, 12 പറഞ്ഞു, 16 പറഞ്ഞു, 20 പറഞ്ഞു, 24 പറഞ്ഞു, 28 പറഞ്ഞു, 32 പറഞ്ഞു, 36 പറഞ്ഞു, 40 പറഞ്ഞു, 44 പറഞ്ഞു, 48 വരെ പറഞ്ഞു. അഷ്ടാചത്വാരിംശശ്ചമേ. വാചശ്ച പ്രസവശ്ചാഭിജശ്ച ക്രതുശ്ച സുവശ്ച മൂർധാച വ്യശ്ലിയശ്ചാന്ധ്യായനശ്ചാന്ധ്യശ്ച ഭൗവനശ്ച ഭുവനശ്ചാധിപതിശ്ച. അവസാനിച്ചു. എണ്ണങ്ങളൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് അനേകം ഈ നമ്പറുകൾ കൊണ്ട് പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, 1 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും തുടങ്ങിയിട്ടുള്ള എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ട്. 4 കൊണ്ടും 8 കൊണ്ടും ഒക്കെ തുടങ്ങിയിട്ടുള്ള 48 വരെ എന്തൊക്കെ സൂചിപ്പിച്ചു. പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ എണ്ണങ്ങളായിട്ട്, എന്തൊക്കെ തത്വങ്ങളായിട്ടുണ്ടോ
എന്തൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ പറയപ്പെടാത്തുണ്ടോ ഇതൊക്കെ അവിടെ സൂചിപ്പിച്ചു. ഇതൊക്കെ ധ്യാനം കൊണ്ട് അകത്തുനിന്ന് ഉണ്ടായി വരേണ്ടതാണ്. പ്രഭാഷണം നടത്തിയിട്ട് കിട്ടില്ല. ഇവിടെ എത്തുമ്പോഴേക്കും അത് അത്യുന്നതമായിട്ടുള്ള അവസ്ഥയിലെത്തി പ്രാർത്ഥന. വാചശ്ച പ്രസവശ്ച വിജശ്ച ക്രതുശ്ച സുവശ്ച മൂർധാച വേഷ്ണിയാഞ്ചാദ്യായശ്ച അന്ത്യശ്ച ഭുവനശ്ച ഭുവനശ്ചാധിപതിശ്ച. നാരായണ. വാചം അന്നം, അന്നം തന്നെ. വീണ്ടും പറഞ്ഞു അന്നം വേണം. പ്രസവം, ആ അന്നത്തിന്റെ ഉത്ഭവം. ഇവിടെ അതാണ് അർത്ഥം. അഭിജ, അഭിജശ്ച, വീണ്ടും വീണ്ടും അന്നം ഉണ്ടാവുക. ക്രതുശ്ച, ക്രതു എന്ന് പറഞ്ഞ സങ്കല്പം. യാഗം, ആ ഇതിന്റെ മുഴുവൻ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള സൂര്യൻ. മൂർധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ മൂർധാവല്ല, ഇവിടെ സ്വർഗലോകം എന്നുള്ള സങ്കല്പമാണ്, സ്വർഗാവസ്ഥ. സഹസ്രാരം എന്ന് കൊടുക്കാം. വേഷ്ണിയ, ആകാശത്തിലൊക്കെ ഉള്ളത്. അന്ത്യായനശ്ച, അവസാനത്തിലുണ്ടായത്. അന്ത്യ, ഏറ്റവും അവസാനം സ്ഥിതി ചെയ്യണം. ഭുവന, ഭുവനത്തിൽ, ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ. ഭുവനം, ലോകം. അധിപതി, അതിനെ പാലിക്കണ ആള്. ഇങ്ങനെയുള്ള സകല വസ്തുക്കളും എല്ലാവരും, എല്ലാം 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 രുദ്രരൂപികളായിട്ടുള്ള സകലതും പ്രപഞ്ചത്തിൽ ഈശ്വര രൂപത്തിലിരിക്കണ എല്ലാം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ, എല്ലാം തന്നെ. അത് മുഴുവൻ സംപ്രീതരായി തീരട്ടെ, എൻ്റെ ഈ പ്രാർത്ഥനയെ സ്വീകരിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. 8:50 ഉള്ളൂ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിരുദ്രത്തിൻ്റെ ചടങ്ങുകൾ പറയാം. അല്ലെങ്കിൽ നാളേക്ക് നമുക്ക് വേണമെങ്കിൽ നാളേക്കാക്കിയിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. ഞാൻ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ചമകം പറഞ്ഞ് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നാളെ ഞാൻ അതിരുദ്രത്തിൻ്റെ ചടങ്ങുകളും പറയാം. അതേപോലെ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ പറയേണ്ടി വരും. അത് കൂടാതെ നമുക്ക് നമകത്തിലെയും ചമകത്തിലെയും മന്ത്രങ്ങളിൽ ചില തിരഞ്ഞെടുത്ത മന്ത്രങ്ങളുടെ വൈദ്യഗുണങ്ങൾ, ഔഷധ ഗുണങ്ങൾ, രോഗശമന ശേഷികൾ, അതേക്കുറിച്ചും നാളെ പറയാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അതിരുദ്രത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് 10 മണിക്ക് നിർത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇത് സമർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ നമകവും കവർ ചെയ്തു, ചമകവും കവർ ചെയ്തു. ഒരിക്കൽ കൂടെ പറയണം, നമകത്തിൽ 11 അനുഭാഗങ്ങളുണ്ട്, ചമകത്തിൽ 11 അനുഭാഗങ്ങളുണ്ട്. 166 മന്ത്രങ്ങൾ നമകത്തിലുണ്ട്. ചമകത്തിൽ 332 എണ്ണമുള്ളത്. അത് കുട്ടി കുട്ടി മന്ത്രങ്ങളായതുകൊണ്ടാണ് അത്ര എണ്ണം പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒരു പ്രത്യേക ക്രമത്തിൽ ചെല്ലുമ്പോഴാണ് രുദ്രമായിട്ട് മാറുന്നത്. ആ രുദ്രം ഏറ്റവും ചെറിയ ലെവലിൽ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ ലെവൽ വരെ വരുമ്പോഴാണ് അതൊരു സാധാരണ രുദ്രം തൊട്ടിട്ട് അതിരുദ്രം എന്ന് പറഞ്ഞ ചടങ്ങുകൾ വരെ ആയിട്ട് വരണം. അതൊക്കെ നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്നാലാവണമായിരിക്കും പറയാം. പിന്നെ ഈ അതിരുദ്രം എന്നുള്ള ഈ മഹായജ്ഞം ഞാൻ മുമ്പ് 1-ാമത്തെ ദിവസം പറഞ്ഞു, ഡിസംബർ 27 മുതൽ ജനുവരി 6 വരെ ഗുരുവായൂർ മമ്മിയൂർ അമ്പലത്തിൽ മഹാദേവന് നടക്കുകയാണ്. 3-ാമത്തെ അതിരുദ്രമാണ് നടക്കണം. എല്ലാ വർഷവും നടത്താൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ, ഇത്ര വർഷം കൂടുമ്പോൾ നടത്തുക. അതിൻ്റെ ഇടയിലുള്ള വർഷങ്ങളിൽ മഹാരുദ്രം നടത്തുക. അതൊക്കെ ഒരു ക്രമമാണ്, അതൊക്കെ നാളെ പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ 18 സ്റ്റെപ്സിൻ്റെ പേജിൽ ഇട്ടിട്ട് അതിൽ വഴിപാടുകളുണ്ട്. നിങ്ങൾക്ക് ആവണ സമർപ്പണങ്ങൾ ചെയ്തിട്ട് ആ യജ്ഞത്തിൻ്റെ ഭാഗമാക്കാവുക. സാധിക്കുന്നവർ അവിടെ ചെന്ന് തൊഴുക, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രം. വെറുതെ തൊഴുത് ഓടിപ്പോരരുത്. അവിടെ ജപിക്കുന്നുണ്ടെങ്കിൽ അതിരാവിലെ 4 മണി തൊട്ട് 10 മണി വരെയാണ് ജപം. അഭിഷേകങ്ങളും ഒക്കെ രാവിലെ നടക്കുള്ളൂ. 10 മണി കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല. അവ ആ നേരത്ത് പോയി കുറച്ചു നേരം ആ അന്തരീക്ഷത്തിൽ നിൽക്കുക, ജപങ്ങൾ കേൾക്കുക, ആ വൈബ്രേഷൻ, ആ ഭഗവാനെ നന്നായിട്ട് ഉൾക്കൊള്ളാൻ പഠിക്കുക. പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ കേൾക്കുമ്പോൾ ആലോചിക്കുക, എത്ര വലിയ അർത്ഥങ്ങളുള്ള മന്ത്രങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. വേദമാണ് സകലത്തിൻ്റെയും പ്രമാണം. വേദത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ അനുസരിച്ച് പോയാൽ ഈ ധർമ്മം പുലരും. വേദത്തിനെ നിരാകരിച്ചുകൊണ്ട് പല വിഡ്ഢിത്തരങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പുതുതായിട്ട് അന്യദേശങ്ങളിൽ നിന്ന് കെട്ടിയിറക്കണ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പല വഴിതെറ്റിക്കലുകളുണ്ട്. അത് ധർമ്മത്തിനെ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വേദങ്ങളിലേക്ക് മടങ്ങി പോവുക എന്നുള്ള ഏത് ദേവനെ നിങ്ങൾ ഉപാസിച്ചാലും, അത് ഗുരുവായൂരപ്പനെ ഉപാസിച്ചാലും ശരി, മമ്മിയൂരപ്പനെ ഉപാസിച്ചാലും ശരി, മഹാദേവനോ മഹാവിഷ്ണുവോ ശ്രീകൃഷ്ണ പരമാത്മാവോ അമ്മയോ കാളിയോ ശാസ്താവോ സ്വാമിയോ മുരുകനോ ആരും ആവട്ടെ, വേദത്തിൽ അതിൻ്റെ പ്രമാണം കാണാം. ആ മന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് പഠിച്ച്
അറിയുന്നവരെ, അല്ലെങ്കിൽ അത് അറിയുന്നവരെ കൊണ്ട് ചെല്ലിച്ച് അതിൻ്റെ അർത്ഥമെങ്കിലും മനസ്സിലാക്കിയാൽ മതി. ചെല്ലണം എന്ന് പോലും അതും സാധിച്ചാൽ നമുക്ക് ഇതിനെ നമ്മൾ ഉപാസിക്കണം, നമ്മുടെ ആ ദേവനെ, ആ ദേവിയെ ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കും. വേദങ്ങളിൽ അനേകം നാമങ്ങളിൽ ഈശ്വരനെ വിളിക്കേണ്ടെന്നുണ്ടെങ്കിലും അതിനൊന്നും തമ്മിൽ ഭേദഭാവം കാണിക്കുന്നില്ല. ഒരു ഭേദഭാവം കാണാൻ പറ്റില്ല ആത്യന്തികമായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വേദവും ഭഗവാനാണ്, വേദാന്തവും ഭഗവാനാണ്. അതുകൊണ്ട് സന്തോഷമായിട്ട് എല്ലാവരും കഴിയുന്നത്ര രുദ്രൻ കേൾക്കുക, സാധിക്കുമെങ്കിൽ ചെല്ലാൻ പഠിക്കുക, അല്ലെങ്കിൽ ദക്ഷിണ കൊടുത്ത് ചെല്ലിക്കുക. എത്രയോ മനസ്വാസ്ഥ്യം തരും. മനസ്സ് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് രുദ്രം ദിവസം കേൾക്കുന്നത് വളരെ ഗുണം ചെയ്യും. സന്ധ്യയ്ക്ക് വൈകുന്നേരത്തൊന്നും രുദ്രം കേൾക്കരുത്. രുദ്രം രാവിലെ തന്നെ കേൾക്കണം. വൈകുന്നേരങ്ങളിൽ രുദ്രം ചെല്ലരുത്. ക്ഷേത്രങ്ങളിൽ ചില ആവശ്യങ്ങൾക്ക് ആഗമ സമ്പ്രദായത്തിൽ, കേരളീയ സമ്പ്രദായത്തിലല്ല, ആഗമ സമ്പ്രദായത്തിൽ പുറത്തുള്ള രീതികളിൽ പരദേശ സമ്പ്രദായത്തിൽ ചെയ്യാറുണ്ട്. പക്ഷെ രുദ്രം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് കേൾക്കേണ്ടത് രാവിലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് മൃത്യുഞ്ജയ മന്ത്രവും. എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു മൃത്യുഞ്ജയ മന്ത്രം എപ്പോഴൊക്കെ ചെല്ലാം. മൃത്യുഞ്ജയ മന്ത്രം കഴിയുന്നതും വെറും വയറ്റിൽ ചെല്ലണം. അത് രാവിലെ 8 മണിക്ക് മുമ്പ് ചെല്ലും. മൃത്യുഞ്ജയ മന്ത്രം തോന്നണ മാതിരി വൈകുന്നേരത്തൊന്നും ചെല്ലരുത് ജപിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെല്ലുമ്പോൾ ഭഗവാൻ അവിടെ ആവിർഭവിക്കുന്നുണ്ട്, ഭഗവാന്റെ ചൈതന്യം അവിടെ വരുന്നുണ്ട്. ആ ബോധത്തോട് കൂടിയിട്ട് ചെല്ലുക. അത് ഇതെന്നല്ല, ഏത് മന്ത്രവും അല്ലെങ്കിൽ ഏത് സ്തുതി ഭഗവാൻ അത് കേൾക്കാൻ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ എഴുന്നള്ളുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ സന്തോഷമായിട്ട് മനസ്സിനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഉറപ്പിച്ചിട്ട് അവനവൻ ഏത് രൂപത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് ആ രൂപത്തിനെ സത്യസന്ധമായിട്ട് പിന്തുടരുക. മറ്റുള്ളവർ ആരാധിക്കുന്ന രൂപങ്ങളെ അവഹേളിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ലക്ഷ്യം കാണും, ഒരു സംശയവുമാണ്. അപ്പോൾ നാളെ വൈകിട്ട് 7 മണിക്ക് നമുക്ക് അതിരുദ്ര, ലഘുരുദ്രം, അതിരുദ്രം തുടങ്ങി മഹാരുദ്രം, ലഘുരുദ്രം, മഹാരുദ്രം, അതിരുദ്രം തുടങ്ങിയ ചടങ്ങുകൾ സംക്ഷിപ്തമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നു. അതും ഈ നമകത്തിലും ചമകത്തിലും മന്ത്രങ്ങളുടെ ഔഷധ ഗുണങ്ങളും കൂടെ പറഞ്ഞിട്ട് നാളെ ഒരു 5ാം ഭാഗവും കൂടിയായിട്ട് നമുക്ക് നാളെ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇന്നിപ്പോൾ ഇത്രയും ചമകം പറഞ്ഞത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഭഗവാനാണ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. ഭഗവാന്റെ അനുമതിയോടുകൂടി, അനുഗ്രഹത്തോടു കൂടിയിട്ട് മഹാദേവന്റെ തൃപാദങ്ങളിൽ ഇന്നത്തെ ഈ സംസാരം അഥവാ ഇന്നത്തെ ഈ ചർച്ച, ഇന്നത്തെ ഈ പ്രഭാഷണത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഏറ്റവും ഭക്തിയോടുകൂടി സമർപ്പിക്കണം. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ. ഹരേ ഗുരുവായൂരപ്പ. എല്ലാവർക്കും ശുഭരാത്രി.